ദൈവത്തിൻ്റെ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ 1 പത്രോസ് 1 അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ചിന്തിപ്പാൻ ഇടയായി തീർന്നു. ഇന്ന് അതിൻ്റെ 6, 7, 8, 9 വാക്യങ്ങൾ ചിന്തിപ്പാൻ ദൈവത്തിൽ ഞാൻ ശരണപ്പെടുന്നു. അതിനായി എന്നെയും ദൈവജനത്തെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നത്, wherein ye greatly rejoice, though now for a season, if need be, ye are in heaviness through manifold temptations, that the trial of your faith being much more precious than of gold that perisheth, though it be tried with fire, might it be found unto praise, honor, and glory at the appearing of Jesus Christ, whom having not seen ye love, in whom though now ye see him not, yet believing, ye are rejoiced with joy unspeakable and full of glory, receiving the end of your faith, even the salvation of your souls. ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. 1 പത്രോസിൻ്റെ ഈ വാക്യങ്ങളിൽ നമ്മൾ അതിന് മലയാളത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം മലയാളത്തിൽ. അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. 6-ാമത്തെ വാക്യം. അപ്പോൾ അതിൽ നിങ്ങൾ ആനന്ദിക്കുന്നു എന്നുള്ളതാ അതിൻ്റെ മെയിനായിട്ടുള്ള ആ വാക്യം വന്നിരിക്കുന്നത്. ആ ആനന്ദിക്കുന്ന നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ പല കാര്യങ്ങൾ കൊണ്ട് ദുഃഖിച്ചിരിക്കേണ്ടി വന്നവരാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ സെൻറ്റൻസ്, യു ഗ്രേറ്റ്ലി റിജോയ്സ് ഇൻ ഇറ്റ്, വെയറിൻ യു റിജോയ്സ് നൗ ഗ്രേറ്റ്ലി. അതിൽ നിങ്ങൾ ആനന്ദിക്കുന്നു. ഏതില്ല? അല്പകാലത്തേക്ക് ദുഃഖം ഉണ്ടെങ്കിലും ദുഃഖത്തിൻ്റെ ഒരു പീരീഡ് ആണെങ്കിലും നിങ്ങളിപ്പോൾ അതിൽ സന്തോഷിച്ചിരിക്കുന്നു. അപ്പോൾ സന്തോഷവും ദുഃഖവും കൂടെ നമുക്ക് ഈ വാക്യത്തിൽ കാണാം. നമുക്കിതിനൊരു ഹെഡിങ് കൊടുക്കാം, സോറോഫുൾ എറ്റ് റിജോയ്സിങ് എന്ന്. അതായത് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ദുഃഖം ഉള്ളപ്പോൾ തന്നെ സന്തോഷിക്കുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. അപ്പോൾ 2 ഓപ്പോസിറ്റായിട്ടുള്ള 2 കാര്യങ്ങളാണ്, സോറോഫുൾ ആൻഡ് റിജോയ്സിങ്, സാഡ്നെസ് ആൻഡ് ഹാപ്പിനെസ്. അതായത് സന്തോഷവും ദുഃഖവും. ദുഃഖം അനുഭവിക്കുന്നവരാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ അതിൽ സന്തോഷിക്കുന്നു. ഇതിനെ നമ്മൾ ഇങ്ങനെയുള്ള ഈ ഓപ്പോസിറ്റായിട്ടുള്ള ഈ കാര്യങ്ങൾക്ക് നമ്മൾ ഒരു വാക്ക് ഇംഗ്ലീഷിൽ പറയും പാരഡോക്സ് എന്ന്. ക്രിസ്ത്യ ജീവിതത്തിൽ ഒരുപാട് പാരഡോക്സസ് ഉണ്ട്. അതായത് സങ്കടപ്പെടുന്നുണ്ടെങ്കിലും സന്തോഷിക്കുക. ഇപ്പം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, കണ്ടിട്ടില്ലെങ്കിലും യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നു. ഇങ്ങനെ നമ്മൾ പറയുന്നത്, ഇതിന് നമ്മൾ പാരഡോക്സസ് എന്ന് പറയും. മലയാളത്തിൽ അതിന് വിരോധമായ 2 കാര്യങ്ങളാണ് അത്, പക്ഷേ ഒരുമിച്ച് നടക്കുക ക്രിസ്ത്യ ജീവിതത്തിൽ. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ വായിച്ചിട്ടുണ്ട് 2 കൊരിന്ത്യൻസ് 4:8 മുതലുള്ള വാക്യങ്ങളിൽ പറയുക, അതിനകത്ത് ഒരുപാട് പാരഡോക്സസ് ഉണ്ട്, ഒരുപാട് ഇതുപോലത്തെ വിരോധമായ കാര്യങ്ങൾ. അത് നടക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാണ്. സകലത്തിലും ഞങ്ങൾ കഷ്ടം സഹിക്കുന്നു, എന്നാലും ഞങ്ങൾ ഇടുങ്ങി ഇരിക്കുന്നില്ല. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും. അപ്പോൾ ഈ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ ആണ് ഒരു ക്രിസ്ത്യ ജീവിതത്തിലുണ്ടെങ്കിലും അതിൽ ഒന്ന് നമ്മൾ ഇപ്പോൾ പത്രോസ് ഊന്നി പറയുന്നത്, ദൈവത്തോടുള്ള നമ്മുടെ അഭേദ്യമായ ബന്ധത്തിൽ ആ നെഗറ്റിവിറ്റിക്ക് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മളെ എപ്പോഴും ഒരു സന്തോഷമുള്ളവരാക്കി നിർത്താനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ പ്രതികൂലത്തിൽ നിങ്ങൾ സന്തോഷിക്കുന്നു. അപ്പോൾ ഇവിടെ പറയാ, ഇതിൽ സന്തോഷിക്കുന്നു പറയുന്നത് മോർ ദാൻ എ സീസൺ ഓഫ് ഹെവിനെസ് എന്നുള്ളതിലുപരി
അതിൻ്റെ തൊട്ട് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ചിന്തിച്ചപ്പോഴാണ് ഇവർക്ക് നല്ല സന്തോഷം ഉണ്ടായത്. അതായത് അതിൻ്റെ തൊട്ട് മുകളിൽ എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു. പിതാവായ ദൈവത്തിൻ്റെ ഫോർ നോളജ് പ്രകാരം, മുൻ നിർണയപ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സഹായത്താൽ അവൻ എന്നെ വീണ്ടും ജനിപ്പിച്ചു. അവൻ എനിക്കൊരു പുതിയ പ്രത്യാശ തന്നു, ഒരു പുതിയ ജനനം തന്നു, ഒരു പുതിയ പ്രത്യാശ തന്നു, ഒരു പുതിയ അവകാശം തന്നു, ഒരു പുതിയ കാവലും സൂക്ഷിപ്പും അവൻ തന്നു. അപ്പോൾ എൻ്റെ വീണ്ടും ജനനത്തിൽ ഞാൻ സന്തോഷിക്കുക. ഇതിൽ പരീക്ഷകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ഇൻ ദിസ് യു ഗ്രേറ്റ്ലി റിജോയ്സ് എന്ന് പറയുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നതിൽ പത്രോസ് അത് ഊന്നി പറയുന്നത്, ഏതെല്ലാം കഷ്ടങ്ങൾ വന്നാലും ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് ആ പ്രതികൂലത്തിലും ആ ദുഃഖത്തിലും സന്തോഷിക്കാൻ കഴിയും, provided he is meditating on what God has done for him in his life regarding the salvation of his life. അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, നിത്യമായ രക്ഷയ്ക്ക് വേണ്ടി, നിത്യ സമാധാനത്തിന് വേണ്ടി എന്തെല്ലാം നമ്മുടെ കർത്താവ് സഹിച്ചു, അത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ ഞാൻ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇതിൽ ഞാനിപ്പോൾ ആനന്ദിക്കുന്നു. അത് പ്രസന്റ് ടെൻസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ രണ്ടുമുണ്ട്, കഷ്ടങ്ങളുമുണ്ട്, ദുഃഖങ്ങളുമുണ്ട്, പ്രയാസങ്ങളുണ്ട്, സന്തോഷങ്ങളുമുണ്ട്. സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യാശയിൽ, നമുക്കൊരു ജീവനുള്ള പ്രത്യാശ തന്ന ദൈവം പറയുക, ഈ ലോകത്തിൽ കഷ്ടങ്ങളുണ്ടെങ്കിൽ ഞാൻ ഈ കഷ്ടങ്ങളെയൊക്കെ ജയിച്ചവനാണെന്ന് നിങ്ങൾ എന്നിൽ വിശ്വസിക്കാൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞ എൻ്റെ വചനത്തെ നിങ്ങൾ ശ്രദ്ധിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും, നിങ്ങൾ അറിയാത്ത ഒരു സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. ഈ സന്തോഷമെന്ന് പറയുന്നത് തന്നെ മാൻമെയ്ഡായിട്ടല്ല, ഇത് നമുക്ക് ഉണ്ടാക്കാനും പറ്റത്തില്ല, പക്ഷെ അത് ദൈവികമായ ഒരു സന്തോഷമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, ആദ്യത്തെ ആ വാക്ക് നമുക്കെടുക്കാം, ഇതിൽ ഇപ്പോൾ നിങ്ങൾ സന്തോഷിക്കുന്നു. നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാൽ അത് ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു മുമ്പേ. അതായത് നമുക്കിപ്പോൾ ഒരു ന്യൂ ബർത്ത് ദൈവം തന്നു, ഒരു പുതിയ ജനനം തന്നു. അതെങ്ങനെ? പിതാവായ ദൈവത്തിൻ്റെ മുൻ നിർണയപ്രകാരം. പിന്നെ നമുക്കൊരു ന്യൂ ലിവിങ് ഹോപ്പ് തന്നു. ഇപ്പോൾ ഒരു പുതിയ ഇൻഹെറിറ്റൻസ്, ഒരു ന്യൂ വെൽത്ത് തന്നു. പിന്നീട് പറയാം ഒരു ന്യൂ സെക്യൂരിറ്റി എന്ന്, ഒരു പുതിയ സൂക്ഷിപ്പും കാവലും എന്ന്. ഈ ലോകത്തിലെ ഇൻഷുറൻസ് പോളിസിക്കൊന്നും തരാൻ വയ്യാത്ത ഒരു സെക്യൂരിറ്റിയും കൂടി ഇപ്പം തന്നിരിക്കുക. അത് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, ഈ ലോകത്തിൽ നമുക്കുള്ളതിനെ സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി വരുവാനുള്ള, നമുക്ക് നിത്യതയിൽ കിട്ടാനുള്ള നമ്മുടെ പ്രതിഫലം കൂടെ, അവിടെയുള്ള അവകാശത്തെ കൂടെ പിതാവായ ദൈവം നമുക്ക് വേണ്ടി സൂക്ഷിക്കുന്ന. അങ്ങനെ നമ്മൾ ഈ ഭൂമിയിൽ പലവിധത്തിലുള്ള കഷ്ടങ്ങളും പ്രയാസങ്ങളും നമുക്ക് വരുന്നുണ്ടെങ്കിലും നമ്മളെ അതിനകത്തോട്ട് ദൈവം അങ്ങ് വിടാതെ ദൈവത്തിൻ്റെ കാവലിലും സൂക്ഷിപ്പിലുമാണ് ഞാനെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആണെന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, അപ്പോൾ നമുക്ക് സന്തോഷിക്കാം. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തൊന്നും സംഭവിക്കുന്നില്ല. ഈ പ്രത്യേക കാലയളവിൽ ഇപ്പം നമുക്കറിയാം, നമ്മളെല്ലാവർക്കും ഒരു ടെൻഷൻ, ഒരു അൺസർട്ടനിറ്റി, ഒരു കൺഫ്യൂഷൻ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ ഒരു കാലയളവിൽ ദൈവം പറയുക, യു റിജോയ്സ് ഇൻ ദ ട്രൂത്ത്സ് ദാറ്റ് ഐ ഹാവ് ടോൾഡ് യു എന്ന്. ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്, നിങ്ങളെ ഞാൻ അറിയിച്ചിട്ടുണ്ടല്ലോ. പത്രോസ് പറയുക, അക്കോർഡിംഗ് ടു ദ ഫോർ നോളജ് ഓഫ് ഗോഡ് എന്ന്. എന്നോടത് ദൈവം സംസാരിച്ചപ്പോൾ എനിക്കത് വളരെ ആശ്വാസം തരുന്ന ഒരു വാക്കായി തോന്നി. മുൻ നിർണയപ്രകാരം ലോകം സ്ഥാപിക്കുന്നതിന് മുൻപ് അവൻ എന്നെ കണ്ടു, അവൻ എൻ്റെ പേര് അവൻ്റെ ഹൃദയത്തിൽ അവനങ്ങ് എഴുതി വെച്ചിരിക്കുകയെന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർക്കുന്നത്, പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിൽ അഹരോൻ യഹോവയുടെ സന്നിധിയിൽ മഹാപൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി കയറുമ്പം അവൻ ധരിക്കുന്ന ആ വസ്ത്രത്തിൽ അവൻ്റെ ഈ 12 ഗോത്രങ്ങളുടെയും പേര് അവൻ്റെ നെഞ്ചിൽ അവൻ വഹിച്ചിരുന്നാ പറയുന്നത്. ആ എഫോദിൽ അത് എഴുതിയിരുന്നെന്ന്. എപ്പോഴെല്ലാം അഹരോൻ ആ ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലുന്നോ, അതിവിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവൻ കയറി ചെല്ലുന്ന അവൻ്റെ കുപ്പായത്തിൽ, അവൻ്റെ പതക്കത്തിൽ, ആ ബ്രസ്റ്റ് പ്ലേറ്റിൽ 12 ഗോത്രങ്ങളുടെയും പേരുകൾ എഴുതി. പിന്നീട് വളരെ ടച്ചിങ്ങായി എനിക്ക് ഫീൽ ചെയ്തത്, ഞാൻ പറയുന്നത് പുറപ്പാട് പുസ്തകം 28-ന്റെ 12, 30, 29, 30 വാക്യങ്ങൾ ദൈവമക്കൾ വായിക്കുക.
പിന്നെ 30-ാം വാക്യത്തിൽ പറയുന്നത് എന്തുവാ? അവൻ എപ്പോഴെല്ലാം ഈ യഹോവയായ ദൈവത്തിന്റെ സന്നിധിയിലോട്ട് അഹരോൻ ഈ ആണ്ടിലൊരിക്കൽ ചെല്ലുമോ അപ്പോഴെല്ലാം ഇസ്രായേൽ മക്കളുടെ ന്യായവിധി അവൻ്റെ നെഞ്ചിനകത്ത് അവൻ്റെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ടാ അവൻ കയറി ചെന്നതെന്ന്. ഇതൊത്തപ്പം ഞാൻ ഓർക്കുക, പിതാവായ ദൈവം ഞാൻ ജനിക്കുന്നതിന് മുമ്പ്, ഞാൻ പറഞ്ഞല്ലോ മുമ്പേ ഒരു സെക്യൂരിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞു. നമുക്ക് ഒരുപാട് സെക്യൂരിറ്റി ഭൂമിയിലുണ്ടെങ്കിലും എല്ലാ സെക്യൂരിറ്റിയും കടത്തി വെട്ടുന്ന, അതായത് ഞാൻ വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ഐ വാസ് ഹിഡൻ ഇൻ ക്രൈസ്റ്റ് എന്നുള്ള, യേശു ക്രിസ്തുവിൽ ഞാനായിരുന്നു, ഞാൻ വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ ആ കാലയളവിൽ ഞാനിപ്പോൾ ഈ ഭൂമിയിൽ വന്നിട്ട് തന്നെ എത്ര നാൾ കഴിഞ്ഞാൽ വീണ്ടും ജനനത്തിലേക്ക് വന്നത്. ആ പീരീഡിലൊന്നും ഞാൻ നശിച്ചു പോകാതിരിക്കാനുള്ള കാരണം എൻ്റെ പിതാവായ ദൈവം എന്നെ പുത്രനിലാണ്, നമുക്കറിയാം എഫെസ്യ ലേഖനം 1:4 പറയുന്നു, അവൻ യേശു ക്രിസ്തുവിലാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ യേശു ക്രിസ്തുവിലായിരുന്നു. യേശു ക്രിസ്തുവിനെ അറിയായ്മയുടെ കാലങ്ങളിൽ ഇരുന്നപ്പോൾ അന്ന് തന്നെ അവൻ സെക്യൂർഡായിട്ട് സൂക്ഷിച്ചു. ഇപ്പോൾ ഞാൻ അവനെ അറിഞ്ഞ ശേഷമോ എത്രയധികമായിട്ട് അവൻ എന്നെ സൂക്ഷിക്കും. അപ്പോൾ പറയുക, ആ ന്യായവിധി പതക്കത്തിൽ ഈ ഇസ്രായേൽ മക്കളുടെ പേരും വഹിച്ചുകൊണ്ട് അഹരോൻ കയറി ഓരോ വർഷവും ഈ ദൈവമക്കൾക്ക് വേണ്ടി, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ 1 പത്രോസ് 2:24 മനോഹര വചനത്തിനായി ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയും എന്നെ വീണ്ടും അവൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. പറയുക, അവൻ നമ്മുടെ അവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ കണ്ടു, നമ്മളെ കണ്ടു, നമ്മുടെ പേര് അവൻ്റെ ഹൃദയത്തിൽ അവനെ വഹിച്ചു. അവൻ ആ പേരുകളും കൊണ്ട് എൻ്റെ പേരും കൊണ്ട് എന്നെയും കൊണ്ട് അവൻ 1 പത്രോസ് 2:24 അവൻ ആ ക്രൂസിൻ്റെ മേൽ കയറി. ന്യായവിധി പതക്കത്തിൽ എഴുതിയിരിക്കുക, ന്യായവിധിയുടെ ആ ജഡ്ജ്മെൻറ്റിന് വേണ്ടി എനിക്ക് ലോകത്തിൽ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, എൻ്റെ ജന്മപാപങ്ങൾക്ക് വേണ്ടി ഒക്കെയുള്ള ശിക്ഷ വഹിച്ചുകൊണ്ട് എന്നെ അവൻ്റെ നെഞ്ചിൽ, അവൻ്റെ ഹൃദയത്തിൽ വഹിച്ച് അവൻ ക്രൂസിന്മേൽ കയറി വൺസ് ആൻഡ് ഫോർ എവർ എന്നേക്കുമായിട്ടുള്ള ആ പാപത്തിൽ, ലോകത്തിൽ നിന്നും, നിത്യ മരണത്തിൽ നിന്നും അവൻ എനിക്കൊരു വിടുതൽ തന്നു. സോ വെൻ ഐ തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് മെഡിറ്റേറ്റിംഗ് ഓൺ ഇറ്റ്, ഇത് ഞാൻ ധ്യാനിക്കുമ്പോൾ എങ്ങനെ എനിക്ക് എൻ്റെ ദൈവത്തിൽ സന്തോഷിക്കാതിരിക്കാൻ കഴിയും? പ്രിയ ദൈവമക്കളെ, ദൈവത്തിൽ സന്തോഷിക്കാൻ ഉള്ള ഒരു കാര്യം ഞാൻ പറയുന്നത്, ഒരുപാട് പ്രയാസങ്ങൾ വരുമ്പോൾ ആ പ്രയാസങ്ങൾ നമ്മളെ മൂടിക്കളയാതെ, അത് നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താതെ, അതൊരു ക്ലൗഡ് പോലെ അതിനെ മൂടാതെ, ഇത് രണ്ടും കൂടെ എപ്പോഴും പോകുന്നത് എന്ന് വെച്ചാൽ, ഈ പ്രയാസങ്ങൾ വരത്തില്ലെന്നല്ല പറയുന്നത്, പ്രയാസങ്ങൾ വരും. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഓർക്കുക, കഴിഞ്ഞ ആ ദിവസങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരു ഇടയവനുണ്ടെന്നും അവൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അവൻ എന്നെ ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പ് തിരഞ്ഞെടുത്ത ഒരു എലക്റ്റാ ഞാനെന്നുള്ളതും ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ളതും, അവൻ്റെ പരിപാലനത്തിൽ ഞാനായിരിക്കുമ്പോൾ എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കത്തില്ല എന്നോർക്കുമ്പോൾ ഇതിൽ ഞാനിപ്പോൾ ആനന്ദിക്കുന്നു. മനസ്സിലായോ? പത്രോസ് പറയുക, ദോ യു ആർ ഇൻ ട്രബിൾ, ഈ പ്രയാസത്തിൽ നിങ്ങളാണെങ്കിലും നിങ്ങളിപ്പോൾ ആനന്ദിക്കൂ എന്നുള്ളത് ഒരു ആ പ്രസൻറ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഈ കഷ്ടങ്ങളാൽ അവർ ചുറ്റപ്പെടുമ്പോൾ, നമുക്കും പറയാം നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പ്രയാസങ്ങളാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലയളവിൽ ഒരു കോവിഡ് കാലം തന്നെ എന്ന് നമ്മളിപ്പോൾ പറയുന്ന ഈ കാലയളവിൽ അങ്ങനെ അനുഭവിക്കുമ്പോൾ നമുക്ക് പറയാം, എൻ്റെ ദൈവത്തിൽ ആ റിവീൽഡ് സാൽവേഷനിൽ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം. റിവീൽഡ് സാൽവേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? എനിക്ക് തന്ന എൻ്റെ വീണ്ടും ജന്മവും എനിക്ക് കിട്ടിയ നീതീകരണത്തിലും എൻ്റെ ദൈവത്തിൻ്റെ ബുക്കിൽ എൻ്റെ പേരെഴുതിയതും ഒക്കെ ഓർക്കുമ്പോൾ, ഈ പ്രതികൂലത്തിൽ അവൻ്റെ സൂക്ഷിപ്പ് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷിപ്പാൻ കഴിയും. ആ പ്രത്യാശ എന്നെ ഇതിൽ മുന്നോട്ട് പോകുവാൻ എന്നെ സഹായിക്കും. ഒരിക്കലും ഇതെന്നെ മൂടിക്കളയാൻ, ഈ പ്രയാസം എന്നെ ഈ ഹെവിനെസ് എന്നാണ് പറയുന്നത്, ഡിപ്രഷൻ എന്നാണ് പറയുന്നത്, ഈ ഡിപ്രഷൻ നമ്മളെ മൂടാൻ അനുവദിക്കാതെ ദൈവമക്കൾ ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളിലേക്ക് ആഴത്തിലിറങ്ങി ധ്യാനിക്കുന്നവരായാൽ അതിൽ നമ്മൾ സന്തോഷിക്കാനിടയായിത്തീരും. ഇതല്ലേ ഈ പറയുന്നത് പോലെ, നമ്മൾ എന്തുമാത്രം ഇത് ധ്യാനിക്കുന്നുവോ, ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് ധ്യാനിക്കുമ്പോൾ മാത്രമാ, അത് വിശ്വസിക്കുമ്പോൾ മാത്രമാ നമുക്ക് ഈ സന്തോഷം കിട്ടുന്നത്. അതല്ല നമ്മളതങ്ങ് മറന്നു പോവുകയാണെങ്കിൽ പെട്ടെന്ന് വരുന്ന പ്രയാസങ്ങൾ, ഒന്നിനു പുറകെ ഒന്നായുള്ള ആ പ്രയാസങ്ങൾ കാണുമ്പോൾ വിൽ ബി ഈസിലി ക്യാരിഡ് അവേ ബൈ ദാറ്റ് എന്നുള്ള, അതിനകത്ത് നമ്മളങ്ങ് ആയിപ്പോകും. അതിനെ അനുവദിക്കാതെ ദൈവം നമുക്ക് തന്ന വിടുതലുകളെ ദൈവത്തിൻ്റെ മനോഹര വചനത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ ഞാൻ വിശ്വസിക്കുന്നു ഓരോ പ്രയാസങ്ങളിലും അവൻ അത്ഭുതകരമായി നമ്മളെ നടത്തുക തന്നെ ചെയ്യും. സോ പത്രോസ് ഇവിടെ പറയുക,
ഇതിൽ നിങ്ങളിപ്പോൾ ആനന്ദിക്കുന്നു. യു ആർ ലീപ്പിംഗ് ഫോർ ജോയ് എന്ന ഇംഗ്ലീഷ് ലൈന് പറയുന്നത്, ജമ്പിങ് ഫോർ ജോയ് എന്ന്. നമുക്കാണെങ്കിൽ ഒരു ചെറിയ പ്രയാസം വരുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ അങ്ങ് ആക്ടിവിറ്റീസ് എല്ലാം നമ്മളങ്ങ് സ്റ്റോപ്പ് ചെയ്യുന്ന പോലെ. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ കഠിന ശോധന അനുഭവിക്കുന്ന ഈ ദൈവമക്കൾ ഇപ്പോൾ അവർ സന്തോഷിക്കുന്നുണ്ട്. ദേ ആർ ഗ്രേറ്റ്ലി റിജോയ്സിങ് എന്നുള്ള വാക്കാണ്. ഇങ്ങനെ സന്തോഷിക്കാൻ പറ്റുമോ? ഈസ് ഇറ്റ് പോസിബിൾ? നമ്മളിപ്പോൾ ഇത് പറഞ്ഞു, നമ്മൾക്ക് മെഡിറ്റേറ്റ് ചെയ്താൽ നമുക്ക് പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അതെപ്പോഴും നമുക്ക് പറ്റുമോ? വേദപുസ്തകത്തിൽ ചില തെളിവുകൾ അതിനു വേണ്ടിയുണ്ട്. അത് ചില എക്സാമ്പിൾസ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 1:47 മറിയ പറയുക, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നതെന്ന്. എപ്പോഴാ? യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിയിച്ചപ്പോൾ. അത് ഒരു കന്യകയായ ഒരു പെൺകുട്ടിയുടെ മേലാണ് ഈ ഒരു ആലോചന ഇപ്പോൾ വന്നിരിക്കുമ്പോൾ, ദൂതൻ വന്നിത് പറയുമ്പം അവൾ തിരിച്ചു പറയുക, യേശുവിൻ്റെ മാതാവ് തിരിച്ചു പറയുന്നത്, എൻ്റെ ആത്മാവിൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നെന്ന്. ഈ സമയത്ത് ജോസഫ് ചിന്തിക്കുക, ഇവളെ രഹസ്യത്തിൽ അങ്ങ് വിട്ടുകളഞ്ഞാൽ എന്താ എന്ന് ചിന്തിക്കുമ്പം മറിയയുടെ ആറ്റിറ്റ്യൂഡ് നോക്കിക്കേ. ഈ ഒരു വെല്ലുവിളി, ഒരു ചലഞ്ച്, ഒരു വല്ലാത്ത ആ സമൂഹത്തിൽ ഇത് ഫേസ് ചെയ്യുക. ഇതെങ്ങനെ ഈ കന്യകയായ ഒരു പെൺകുട്ടി ഇത് ഫേസ് ചെയ്യുമ്പോൾ അതൊരു വലിയ പ്രയാസമുള്ള സിറ്റുവേഷൻ തന്നെയാണ്. പക്ഷെ അവൾ പറയുക, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നെന്ന്. കണ്ടോ? അപ്പോൾ അതിൻ്റെ ദ ഒറിജിൻ ഓഫ് ദിസ് ഹാപ്പിനെസ്, ഇപ്പം ഈ ഉല്ലസിക്കുന്നെന്നാണ് പറയുന്നത്, ദിസ് ലീപ്പിംഗ് ഫോർ ജോയ്, അത് വെറും ഒരു സന്തോഷമല്ല. സന്തോഷമുണ്ടെന്ന് പറയുമല്ല, ഈ ഉല്ലസിക്കുന്ന സന്തോഷം വന്നത് എവിടെന്നറിയാമോ? ഇൻ ഹെർ സ്പിരിറ്റ്, അവിടെ ആത്മാവിൽ എന്നാ പറയുന്നത്. അപ്പോൾ ഈ ആത്മാവിലുണ്ടാകുന്ന ഈ സന്തോഷം ഒരു പ്രത്യേകത ഉണ്ട് ദൈവമക്കളെ. അത് ഒരിക്കലും ഔട്ട്സൈഡിൽ ഉണ്ടാകുന്ന ഈ വേലിയേറ്റങ്ങളുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തെ ആക്രമിക്കുന്ന ചിന്തകൾ, വിചാരങ്ങൾ, പോരുകൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, അതുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. വളരെ പ്രതികൂലത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മറിയ പറയുക, എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഇപ്പം അങ്ങ് ഉല്ലസിച്ച് ആനന്ദിക്കുകയാണ്. ഐ എം റിജോയ്സിങ് ഇൻ മൈ സ്പിരിറ്റ് എന്ന്. ഇതേ വാക്ക് ഇതുപോലെ തന്നെ ആത്മാവിൽ സന്തോഷിച്ച വേറെ ആൾക്കാരുണ്ട്, ദൈവത്തിൽ സന്തോഷിച്ചവർ, പ്രയാസങ്ങളിൽ സന്തോഷിച്ച കുറേ എക്സാമ്പിൾസും കൂടെ ഞാൻ പറയാം. അടുത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ എക്സാമ്പിൾ തന്നെയാണ്. ലൂക്കോസ് 10:21 പറയുക, യേശുക്രിസ്തുവിനെ പരീശന്മാരൊന്നും അക്സെപ്റ്റ് ചെയ്യാത്ത സമയത്ത് ശിഷ്യന്മാർ 70 പേരെ ഇങ്ങനെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറക്കി വിട്ട് അവർ പറയാം, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ ഇതൊക്കെ അത്ഭുതങ്ങളൊക്കെ നടന്നു വന്നപ്പോൾ യേശുക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ സന്തോഷിപ്പീനെന്ന്. അത് പറഞ്ഞപ്പോൾ തന്നെ യേശുക്രിസ്തു ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ അവൻ നിറഞ്ഞു സന്തോഷിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. ഓക്കെ, വീണ്ടും അധികമായ പ്രതികൂലങ്ങൾ ജീവിതത്തിൽ വന്ന 1-ാം നൂറ്റാണ്ടിലെ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 34-ാം വാക്യം. ജയിലറിൻ്റെ കാര്യമാണ് പറയുന്നത്. കാരാഗ്രഹ പ്രമാണി ഇവരെ പൗലോസിനെയും ശീലാസിനെയും ജയിലിലാക്കി. അപ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടം അനുഭവിക്കുന്ന അവരെ കണ്ടമാനം ഉപദ്രവിച്ചപ്പോൾ അതിൻ്റെ 16:25 ഇങ്ങനെ പറയുന്നുണ്ട്, ഒരുപാട് അടിയൊക്കെ കിട്ടിയ ഇവരെ ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്നതെങ്കിലും ഉണ്ടല്ലോ, ഇതൊന്നും അവരുടെ ദേഹമെല്ലാം പൊട്ടി ചോര ഒലിക്കുമ്പോൾ തന്നെ അവർ പാടി അർദ്ധരാത്രിയിൽ ദൈവത്തെ ആരാധിച്ചെന്ന്. ദേ വർ റിജോയ്സിങ് ഇൻ ഗോഡ് എന്ന്. ആ സാഹചര്യങ്ങൾ അവരെ അവരെ അലട്ടിയേ ഇല്ല, അവരെ അത് സാഡ് ആക്കിയില്ലെന്നാണ് പറയുന്നത്. ഇൻ ദറ്റ് പീരീഡ് ഓഫ് ഹെവിനെസ്, ആ വലിയ ഹെവിനെസ്സിൻ്റെ സമയത്ത് അവർ പാടി ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ ദേ റിജോയ്സ്ഡ് ഇൻ ഗോഡ്. അത് ദൈവത്തിലുള്ളവരുടെ സന്തോഷം, ആത്മാവിലുള്ളവരുടെ സന്തോഷമാണെന്നർത്ഥമാണ്. അതിൻ്റെ ഫലമായിട്ട് നമ്മളിപ്പോൾ കാരാഗ്രഹ പ്രമാണിയുടെ കാര്യം പറയുക, അവനാണെങ്കിലുണ്ട് ചാകാനായിട്ട് തുടങ്ങുക, തന്നെത്താനെ മരിക്കുക. ഈ കാരാഗ്രഹം എല്ലപ്പോഴത്തേക്ക് തുറന്നു, ഇവരെല്ലാം പുറത്തു വന്നപ്പോഴത്തേക്ക് തന്നെത്താൻ ജീവൻ എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവനോട് പറയുക, കർത്താവ് നീ ഒന്നും ഞങ്ങളെങ്ങും പോയിട്ടില്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്ന്. ആ നിമിഷം അവൻ കർത്താവിൽ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് അവനുണ്ടാകുന്ന ചേഞ്ചായി പറയുന്നത്, അവൻ ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അവനങ്ങ് സന്തോഷിച്ചെന്ന്. കഴിഞ്ഞ നിമിഷം മരണത്തിന് ചിന്തിച്ച മനുഷ്യൻ ദൈവത്തിലുള്ള വിശ്വാസത്താൽ അവൻ സന്തോഷിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ട്രബിൾസ് ആൻഡ് ദ ട്രയൽസ് ക്യാൻ വി റിജോയ്സ് എന്ന് ചോദിച്ചാൽ യെസ് വി ക്യാൻ.
നമുക്കത് ചെയ്യാൻ കഴിയും. ഈ എക്സാമ്പിൾസൊക്കെ നമുക്ക് അതിന് പറയാം. എക്സാമ്പിൾസ് അറിയാം. 1 തെസ്സലോനിക്കൻസ് 1:6 നോക്കി, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും ഈ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളുണ്ടല്ലോ, അവര് വളരെ സന്തോഷത്തോടും ആത്മാവിൻ്റെ നിറവിലുള്ള സന്തോഷത്തോടു കൂടെ വചനം കൈക്കൊണ്ടു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പം ഇതെല്ലാം ആത്മാവിൽ അവർക്ക് സന്തോഷിപ്പാൻ ഇടയായി തീർന്നതെന്ന് ഒരു കാര്യം ഊന്നി പറയുകയോ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഈ സന്തോഷം എന്ന് പറയുന്നത്, ഈ പ്രയാസങ്ങളിലുള്ള ഈ സന്തോഷം, ദിസ് പാരഡോക്സ്, അതൊരു പാരഡോക്സാണ്. ഓപ്പോസിറ്റായിട്ടുള്ളൊരു കാര്യമാണ്. സന്തോഷിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ സന്തോഷിക്കുന്നത്, ഇത് നമുക്കായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഔട്ട്സൈഡ് സാഹചര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തല്ല ഇരിക്കുന്നത്. ഇത് നമ്മുടെ ഉള്ളിൽ ഇത് ചെയ്തു തരാനായിട്ട് നമുക്കൊരു ബിൽറ്റിൻ സന്തോഷം ഉണ്ടാകാൻ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തെന്നറിയാമോ? തൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി അവൻ്റെ ഫലങ്ങളാൽ നമ്മുടെ ഹൃദയത്തെ, നമുക്കറിയാം ആത്മാവിൻ്റെ 9 ഫലങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതിലൊന്നാമത്തേത് തന്നെ എന്തുവാ? ആ ദൈവസ്നേഹവും അതിൽ ഉത്ഭവിക്കുന്ന ദൈവിക സന്തോഷം, സമാധാനം, ഇതെല്ലാം ദൈവത്തോടുള്ള സ്നേഹത്തിൽ ഉത്ഭവിക്കുന്ന ആ സന്തോഷം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തരുമ്പോൾ ഔട്ട്സൈഡിൽ നിന്ന് നമ്മുടെ സമാധാനത്തെ കെടുത്താൻ വരുന്ന ദുഷ്ടശക്തികൾക്ക് നമ്മുടെ സന്തോഷത്തെ കെടുത്തുവാൻ കഴിയത്തില്ല. അപ്പം അവരുടെ സന്തോഷം ആത്മാവിലാണ്. ദൈവത്തിൻ്റെ ആത്മാവ്, ഹോളി സ്പിരിറ്റ് തന്നെയാണ് അവരെ സന്തോഷിക്കാനായിട്ട് സഹായിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾ ആനന്ദിക്കുന്നു എന്നുള്ള ആ പാർട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതിൽ? ഈ കഷ്ടങ്ങളുണ്ട്, ഞാൻ എന്തോ ചെയ്യുക? ആനന്ദിക്കുന്നു. അതിൻ്റെ കാരണം ദൈവവചനവും എൻ്റെ രക്ഷയെക്കുറിച്ചുള്ള എൻ്റെ പ്രത്യാശയും സന്തോഷവും, ദൈവം എനിക്ക് ചെയ്ത ദ ഫുൾഫിൽഡ് പാർട്ട് ഓഫ് മൈ സാൽവേഷൻ്റെ ഒരു ഭാഗം ഫുൾഫില്ല് ചെയ്ത് കഴിഞ്ഞു. അതെൻ്റെ വീണ്ടും ജനനം എന്നെ ഒരു പുതിയ സ്വഭാവത്തിലേക്ക്, പുതിയ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ സന്തോഷം ഇത് നോട്ട് ബേസ്ഡ് ഓൺ വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് മീ, ഈ ചുറ്റുവട്ടങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളല്ല, എൻ്റെ ജീവിതത്തിലെ ഭൗതിക ഉയർച്ചകളല്ല, ഇതിലെല്ലാം ഉപരിയായി എൻ്റെ ദൈവത്തിലുള്ള എൻ്റെ സന്തോഷവും ആ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് എനിക്കൊരു നോട്ടമുണ്ട്. ഇത് തീർന്നിട്ടില്ല, മെല്ലെ തുടങ്ങിയതേ ഉള്ളൂ രക്ഷയുടെ സന്തോഷം. അവൻ എന്നോട് വാഗ്ദത്തം ചെയ്ത അനേക കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ ഉള്ളത് അവൻ്റെ ആ നിത്യമായ നമ്മുടെ ഇൻഹെറിറ്റൻസ് അവിടെ നമുക്ക് കിട്ടാൻ കിടക്കുന്നു. ഗ്ലോറിഫിക്കേഷൻ വെയിറ്റ് ചെയ്യുന്നു. ആ ഫുൾഫിൽഡ് ആകാനുള്ളതിലേക്ക് എന്നെ ഇത് നയിക്കുന്നു എന്നുള്ള ആ ചിന്ത വരുമ്പോൾ എന്നെ ഇതൊന്നും നമ്മളെ എന്ത് ചെയ്യാൻ പാടില്ല, അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ലെന്ന് ഞാനും സമ്മതിക്കുന്നു. കാരണം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുവാൻ, ഈ വചന ശുശ്രൂഷയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ക്ലാസ്സിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പം ഞാനൊരു പോസിബിലിറ്റി പറഞ്ഞു, നമുക്ക് ചെയ്യാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലാക്കി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് സന്തോഷിക്കാൻ കഴിയും. എന്നാൽ ചിലപ്പോൾ പറയുക, അടുത്ത 7-ാം വാക്യത്തിൽ പറയുക, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അപ്പോൾ ഈ ട്രയൽസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയുള്ളതാണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ശോധന എന്നുള്ളത്. ഈ സന്തോഷിക്കാൻ പറ്റിയത് എങ്ങനെയാണ്? ഇപ്പം ആദ്യം നമ്മൾ കേട്ടു, ഇതിൽ നിങ്ങൾ പരീക്ഷകളുണ്ടെങ്കിലും ഇതിൽ സന്തോഷിക്കുന്നു. ഇത് സന്തോഷിക്കാനുണ്ടായ കാരണം ഇവരുടെ ദൈവത്തിലുള്ള വിശ്വാസവും ദൈവവചനത്തിൽ അവർക്കുണ്ടായ വിശ്വാസവും അവർക്ക് കൊടുത്ത ഭാവി പ്രത്യാശയിലുള്ള വിശ്വാസവും ദൈവം അവരെ പുതിയ കുടുംബമാക്കിയപ്പോൾ അവർ ദൈവത്തിൻ്റെ ഇലക്റ്റായി എന്നൊക്കെയുള്ള ചിന്തകൾ അവരെ സന്തോഷത്തിലേക്ക് നയിച്ചത് വിശ്വാസമാണെന്നോർത്താണ്. ആ വിശ്വാസം അവർക്ക് എങ്ങനെ കിട്ടി? ദൈവവചനത്തിൽ കൂടെ. അത് കേൾവിയാലാണ് കിട്ടുന്നത്. ഈ വിശ്വാസം, അതുകൊണ്ടാണ് പറയുന്നത് വിശ്വാസത്തിൻ്റെ ശോധന എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ചിന്തിച്ചു, പ്രത്യാശയുടെ ശോധനയെന്ന് പറഞ്ഞിട്ടില്ല, സ്നേഹത്തിൻ്റെ ശോധനയെന്ന് പറഞ്ഞിട്ടില്ല, വേറെ എന്തെല്ലാം കൃപകളുണ്ട്, വേറെ ഗ്രേസസ് ഉണ്ടല്ലോ നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. അതിനൊന്നും പോരുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല, ശോധനയുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പം പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ശോധനയുണ്ട്. അത് ഏതിനാണെന്നറിയാമോ? വിശ്വാസത്തിന്. കാരണം വിശ്വാസമാണ് ദ റൂട്ട് ഓഫ് ദ ക്രിസ്ത്യൻ ലൈഫ് എന്നുള്ളത്. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ എന്തോ ചെയ്യാൻ പറ്റത്തില്ല, പ്രസാദിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ തുടക്കം നമ്മുടെ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു കാര്യം എപ്പോഴും ഡിപ്പെൻഡിങ് ഓൺ ദ പാസ്റ്റ് എന്നോർത്താണ്. ഫെയ്ത്തിന്
ഒന്നുമില്ല കാണാനായിട്ട്. ദൈവം പറഞ്ഞതും നമ്മുടെ ക്രിസ്ത്യ വിശ്വാസത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം, അത് അവൻ എനിക്ക് വേണ്ടി ചെയ്തത്, അവൻ എന്തെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞ് ഇതിലുള്ള അവൻ ചെയ്ത് തീർത്ത കാര്യങ്ങൾ, നമ്മുടെ വിശ്വാസത്തിലെല്ലാം നമുക്ക് വേണ്ടി നമ്മൾ ദൈവം ചെയ്തിരിക്കുക. ആ ചെയ്ത് തീർത്ത കാര്യങ്ങൾ, ആ പാസ്റ്റിലുള്ളത്, വാട്ട് ഓൾ തിങ്സ് ഗോഡ് ഡിഡ് ഫോർ മീ എന്നുള്ളത്, അതാണ് ആ പാസ്റ്റ്. ആ പാസ്റ്റിലുള്ള എൻ്റെ ഉറപ്പാ എൻ്റെ ഫെയ്ത്ത് എന്ന് പറയുന്നത്. അങ്ങനെ അതുകൊണ്ട് ഈ വിശ്വാസത്തിന് എപ്പോഴും എന്തുണ്ടായിട്ടുണ്ട്? ശോധനകൾ ഉണ്ടായിട്ടുണ്ട്, ടെസ്റ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. ദൈവമക്കളെ, നമ്മൾ ദൈവത്തിങ്കിലേക്ക്, നമ്മളിപ്പോൾ പറഞ്ഞു വീണ്ടും ജനനത്തിൽ കൂടെ ദൈവത്തിങ്കിലേക്ക് വന്നെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ രക്ഷിക്കപ്പെട്ടു, വന്നു, കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചു, അവൻ എന്നെ പാപത്തിൽ നിന്ന് വിടുവിച്ചു, ഇതൊരു വിശ്വാസം വന്നു. അങ്ങനെ ഞാൻ വന്നെങ്കിലും ഈ ഷീല എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് ഇപ്പം ഞാനൊരു 30 വയസ്സിലാണ് രക്ഷിക്കപ്പെട്ടതെങ്കിൽ, ആ 30 വയസ്സ് ആയപ്പോഴാണ് രക്ഷപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഞാനൊരു ക്രൂഡായിട്ടൊരു വന്നിരിക്കുക ഇങ്ങോട്ട്. എൻ്റെ സ്വഭാവത്തിന് ആകെ വിശ്വാസം വന്നെന്നുള്ളതേ ഉള്ളൂ. കാര്യമായ ചേഞ്ചസ് ഒന്നും പ്രത്യേകിച്ച് എന്നിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞാൻ ഈ ദൈവത്തിൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ കയറി താമസം തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു പഴയ മനുഷ്യൻ അവിടെ കിടപ്പുണ്ടെന്ന് ഓർത്തോണം. പുള്ളിക്കാരൻ എൻ്റെ ഉള്ളിൽ വന്ന് താമസം തുടങ്ങിയപ്പം പല കാര്യങ്ങൾ പറഞ്ഞു തരാൻ തുടങ്ങി. ഷീലേ, അതല്ല, ഇതാണ് ശരി, ഇതാണ് ശരി എന്നുള്ളത്. കാരണം ദൈവം എന്നെ വീണ്ടും ജനത്തേക്ക് നയിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തുവാ? എന്നെ ദൈവ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സ്വഭാവം എൻ്റെ ഉള്ളിലാക്കാൻ ദൈവം ശ്രമിക്കുക. അപ്പോഴാണ് എനിക്ക് നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് വേറെ നമ്മുടെ നേരത്തെയുള്ള സ്വഭാവം ഉണ്ട്. ആ സ്വഭാവങ്ങൾ ഒന്നൊന്നായി പുറത്തു പോകണമെങ്കിൽ നമുക്ക് ദൈവവചനത്തിൽ കൂടെ പുറത്ത് കളയാൻ പറ്റും. കുറേ കാര്യങ്ങൾ നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കും, കുറേ കാര്യങ്ങൾ. പക്ഷെ ചില കാര്യങ്ങൾ ഇച്ചിരി ടെസ്റ്റിംഗ് ഇല്ലാതെ മുന്നോട്ട് പോകത്തില്ല. ഒരു ട്രയലിൽ കൂടെ ഒന്ന് കടത്തി വിട്ടെങ്കിൽ മാത്രമേ. അന്ന് അങ്ങനെ പറയണ്ടായിരുന്നു, അവരോടങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയെന്നല്ലേ, അതുകൊണ്ടല്ലേ ഇപ്പം പ്രയാസം വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ബെറ്റർ അങ്ങനൊന്നും പറയണ്ട, നമ്മളെന്തിനാ വെറുതെ ബോസ്റ്റ് ചെയ്യാൻ പോകും, നമ്മൾ ബോസ്റ്റ് ചെയ്യാനൊന്നും പോകണ്ട. ഇങ്ങനെ ഓരോ സ്വഭാവങ്ങൾ, വെറുതെ എന്തിനാ കള്ളം പറഞ്ഞു, വെറുതെ എന്തിനാ ഇല്ലാത്തത് ഉണ്ടാക്കി പറഞ്ഞത് എന്തിനാ, ഇങ്ങനെ ഒത്തിരി എക്സാമ്പിൾസ് ഞാനിങ്ങനെ അങ്ങ് പറയുക. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു പോകും. ചിലതുണ്ടല്ലോ പുറത്തു പോകാൻ ഇങ്ങനെ ഡീപ്പ് റൂട്ടഡായിട്ട് കിടക്കുന്നതിന് ഇച്ചിരി കട്ടിയുള്ള ട്രയലിൻ്റെ ആവശ്യമാണ്. അപ്പം എന്നോട് ദൈവം പറയാ, ഗോൾഡിനേക്കാളും ഈ വിശ്വാസത്തിൻ്റെ ശോധന ഇച്ചിരി കട്ടിയുള്ളതാ ഷീലയെന്ന്. അപ്പോൾ എന്നോട് പറയാ, നേരത്തെ ഉണ്ടായിരുന്ന നിൻ്റെ വിശ്വാസം ഒരുമാതിരി ഗിൽറ്റ് പോലെ, ഗിൽറ്റ് കണ്ടിട്ടുണ്ടല്ലോ, ആ ഗിൽറ്റ് ആണെങ്കിൽ ഒരു ഇച്ചിരി തീക്കകത്തോട്ട് അതിനെ ഒന്ന് കയറ്റി വിട്ടാൽ അപ്പോഴേ ആ തിളക്കവും പോയി കരിഞ്ഞ് ഇല്ലായ്മയായി പോകും. പക്ഷെ നിന്നെ ഞാനൊരു ഗിൽറ്റായിട്ട് കാണാനല്ല ആഗ്രഹിക്കുന്നത്, ഇത് നല്ല സോളിഡ് ഗോൾഡായിട്ടൊന്ന് പുറത്ത് വരണമെന്ന്. യോബിനത് മനസ്സിലായി. അവൻ എന്നെ ശോധന ചെയ്താലെന്ന് പൊന്നുപോലെ പുറത്തു വരും. അവനും പറഞ്ഞു, ഞാൻ ഭയപ്പെട്ടതാണ് ഇപ്പോൾ എനിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തുവാ, പുള്ളിക്കാരന് യോബിന് ഇച്ചിരി ഭയം ഉണ്ടായിരുന്നു എന്നുള്ളതാ. ഈ നന്മകളൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ, കുഞ്ഞുങ്ങളൊക്കെ അകന്നു പോകുമോ എന്നൊക്കെയുള്ള ഭയം ഉണ്ടായിരുന്നു. അതെല്ലാം ഈ ശോധനയിൽ എന്തോ ചെയ്തു, മാറ്റപ്പെട്ടു എന്നാണ് യോബും പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഈ കഷ്ടതകളിൽ നമ്മളുടെ ഉള്ള നമ്മുടെ ആ തവിടുകൾ, നമ്മുടെ തുരുമ്പ്, നമ്മളിലുള്ള വിട്ടുപോകേണ്ടതെല്ലാം വിട്ടുപോകുവാൻ ഈ ട്രയൽസ് ദൈവം നമ്മളെ സഹായിക്കുന്നു. അപ്പം നമ്മുടെ അപ്രോച്ച് ടു ദ ട്രയൽ, ഈ പരിശോധനയിൽ നമ്മളുടെ റെസ്പോൺസ് എന്തുവാന്നുള്ളതാണ്. നമ്മൾ ഏത് രീതിയിലാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കുക, എൻ്റെ ഉള്ള സ്വഭാവം മനസ്സിലാക്കാൻ ഇതെന്നെ സഹായിക്കുന്നു, എന്നെ ഒരു ബെറ്റർ പേഴ്സണാക്കാൻ ഇത് സഹായിക്കുന്നു. എന്നിൽ നിന്ന് വിട്ടുപോകേണ്ട പല സ്വഭാവങ്ങളുണ്ട്, അത് വിട്ടുപോകാൻ എന്നെ സഹായിക്കുന്നു. എന്നിലേക്ക് അവൻ കൂടുതൽ അവൻ്റെ കൃപ പകരാൻ, അവൻ എന്നെ ഒരു പുതിയ തുരുത്തിയാക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എപ്പോഴും പുതിയ അഭിഷേകം തരണമേ, പുതിയ എണ്ണ തേപ്പിക്കണം, പുതിയ വീഞ്ഞു കുടിപ്പിക്കണമേ. ഇതൊക്കെ പ്രാർത്ഥിക്കുന്ന കാര്യമാണ്, ഇതൊക്കെ തരാം ഷീലയെന്ന്. പക്ഷേ ഈ തുരുത്തിക്ക് ഒരു ഇച്ചിരി വ്യത്യാസം വരാനുണ്ട്. അതങ്ങനെ വ്യത്യാസം വരുത്താൻ വേണ്ടി ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ചില പ്രയാസങ്ങൾ വരും. അതുപോലെ ഇതൊക്കെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നതിന് വേണ്ടിയാ ഈ പരിശോധനകളെന്ന് പത്രോസ് ഇവിടെ ഊന്നി ആ വിശ്വാസികളോട് പറയുക. ഇത് നിങ്ങൾ ഈ ഇച്ചിരി നേരത്തേക്കേ ഉള്ളെന്ന്. ടെംപ്റ്റേഷൻ എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. ടെംപ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനൊരു അത്ര ഒരു പോസിറ്റീവ് അർത്ഥമല്ല. ട്രയൽ എന്ന് പറയുമ്പം അത് നമുക്കൊരു ഇച്ചിരി നല്ല അർത്ഥമെന്ന് ഞാൻ പറയാൻ കാരണം, ടെംപ്റ്റേഷൻസ് എപ്പോഴും പരീക്ഷകൾ, പിശാച് നമ്മളെ എപ്പോഴും പരീക്ഷിക്കുന്നു. ദൈവം ഒരിക്കലും ദോഷങ്ങളാൽ പരീക്ഷിക്കത്തില്ല. പക്ഷേ സാത്താൻ്റെ ഉദ്ദേശം എന്തുവാ,
ദോഷങ്ങൾ തന്നെ ഇടുക എന്നുള്ള നമ്മളെ പാപത്തിലേക്ക് കൊണ്ടുപോകാനാ അവൻ പരീക്ഷിക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മളെ ട്രയലിൽ കൂടെ കടത്തിവിടുന്നത് നമ്മുടെ മാറ്റുരച്ച് നമ്മളെ പൊന്നുപോലെ ആക്കി തീർക്കാനാണ്. ആ ഗിൽറ്റ് അനുഭവമല്ല, സോളിഡ് ഗോൾഡായിട്ട് നിൽക്കാൻ. അപ്പോൾ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അതുപോലെ എനിക്ക് വേറെ ഒരു കാര്യം മനസ്സിലായത്, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ വലിയ ശോധനകൾ വന്ന സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാകും, അയ്യോ നമ്മൾ ആശ്രയിച്ച പലരും നമ്മളെ കൈവിട്ട് കളഞ്ഞല്ലോ എന്ന്. അതൊന്നും നല്ല ആശ്രയമായിരുന്നില്ലല്ലോ എന്ന്. ഭാര്യയായിരുന്നില്ല, ഭർത്താവായിരുന്നില്ല, മക്കളായിരുന്നില്ല, കൂട്ടുകാരായിരുന്നില്ല, എല്ലാവരും നമ്മളെ ഉപേക്ഷിക്കുന്ന, അത് രോഗത്തിൻ്റെ അനുഭവമാകാം. അനുഭവത്തിൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ദൈവമല്ലാതെ നമുക്ക് ആരുമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇതെന്നെ കൂടുതൽ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കും. ഒരിക്കലും ദൈവമക്കളെ, ദൈവദാസൻ പറയുന്നത് ഞാൻ അഫ്ലിക്ഷൻസ് അല്ലെങ്കിൽ ഈ ട്രയൽസ് എന്ന് പറയുന്നത് യൂഷ്വലി ഇറ്റ് വിൽ നമ്മളിലേക്ക് എനിക്കിങ്ങനെ പറ്റിയല്ലോ എന്ന് ചിന്തിക്കാതെ ദൈവം എന്തോ ഈ ട്രയലിൽ കൂടെ ഉദ്ദേശിക്കുന്ന അറിയാമോ? ഹി വാണ്ട്സ് ടു ഡ്രൈവ് യു ടു ഹിം എന്നുള്ള, അവനിലേക്ക് നമ്മളെ ഓടിപ്പിച്ച് അങ്ങ് അടുപ്പിച്ച് കൊണ്ടുവരാനെന്ന്. ജസ്റ്റ് ലൈക്ക് ദ ഷീപ്പ് ഗോഡ്സ് ഡു എന്ന്. ഈ ഷീപ്പ് ഗോഡ്സ് എന്ന് പറയുന്ന ഇടയന്മാർക്ക് ഒരുപാട് ആട്ടുംകൂട്ടം ഉള്ളപ്പോൾ ആട്ടുംകൂട്ടത്തിൻ്റെ കൂടെ ഈ നായ്ക്കളെ അവർ നോക്കും, കാവൽ നായ്ക്കളായിട്ട് ഉപയോഗിക്കും. എവിടെയെങ്കിലും ഈ ആടുകളൊക്കെ വഴിതെറ്റൊക്കെ പോവുകയാണെങ്കിൽ ഈ നായ ഇങ്ങനെ അതിനെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. തിരിച്ച് ആ ആടിൻ്റെ ആ ആലയിലേക്ക്, ആ ഷീപ്പ് ഫോൾഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് എന്ന് പറഞ്ഞതുപോലെ ഓൾവേസ് യുവർ അപ്രോച്ച് ഷുഡ് ബി ലൈക്ക് ദാറ്റ് ടുവേർഡ്സ് ദി അഫ്ലിക്ഷൻസ്. ട്രയൽസിൻ്റെ കാണുമ്പോൾ പറയുന്ന ഞാനടങ്കം നമ്മളെല്ലാവരും ആയിരിക്കേണ്ടത്, കർത്താവേ ഇത് ആ ഷീപ്പ് ഡോഗിനെ പോലെ എന്നെ എൻ്റെ ഇടയനിലേക്ക് കൊണ്ടുവരട്ടെ എന്ന്, എൻ്റെ ഇടയനിലേക്ക് എന്നെ അടുപ്പിക്കട്ടെ എന്ന്. എന്നെ എല്ലാവരും കൈവിട്ടപ്പോൾ ഇതെന്നെ എൻ്റെ ഇടയനിലേക്കാണ് എന്നെ അടുപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ ഇതെന്നെ സഹായിക്കുന്നു. സോ സീ യുവർ അപ്രോച്ച്, എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നതെന്ന്. ദ വേ യു ടേക്ക് ദ ട്രയൽ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ യുവർ ട്രയൽസ് എന്നുള്ള, എങ്ങനെ ഈ ട്രയലിനെ എടുക്കുന്നു നമ്മളതെന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതെൻ്റെ ഇടയനിലേക്ക്, എൻ്റെ ഉടയവനിലേക്ക് എന്നെ ഒന്ന് അടുപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ എന്തുവാ എന്നോട് ദൈവം ഒരിക്കൽ പറഞ്ഞു, ചില വെള്ളങ്ങളൊക്കെ വന്ന് നീ പത്രോസ് വെള്ളത്തിൻ്റെ മണ്ടയ്ക്ക് നടന്നത് നിനക്കറിയാമല്ലോ എന്ന്. എന്നെ കണ്ടോണ്ട് അവൻ ഇറങ്ങി നടന്നതാണ്. പക്ഷെ നീ വീണ്ടും സാഹചര്യങ്ങളെ നോക്കി നീ മുങ്ങിപ്പോകത്തേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്തോണം, ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, നിനക്ക് താങ്ങുന്നതിനപ്പുറമായ പ്രയാസം വരുമ്പോൾ നീ ഒരു കാര്യം ചെയ്താൽ മതി, നിന്റെ കരം എന്നിലേക്ക് നീ നീട്ടാനും. നിന്റെ വിശ്വാസത്തിൻ്റെ കരം നീ എന്നിലേക്ക് നീട്ടുമ്പോൾ യു വിൽ ഷുവർലി സീ മൈ സ്ട്രെച്ച്ഡ് ഔട്ട് ഹാൻഡ്സ് ഫോർ യു എന്നാണ് എന്നോട് പറഞ്ഞു. നീ നിന്റെ കരം നീട്ടുമ്പോൾ ഒരിക്കലും ഞാൻ എൻ്റെ കരം മടക്കി വെക്കത്തില്ല. എൻ്റെ കരം ഞാൻ നിങ്ങളിലേക്ക് നീട്ടിയിരിക്കും, ഞാൻ നിന്നെ പിടിച്ചിരിക്കും, നീ താണു പോകുവാൻ അനുവദിക്കത്തില്ലെന്ന്. അങ്ങനെ എത്ര പ്രാവശ്യം എൻ്റെ കരങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് എൻ്റെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നീണ്ടുപോയി. സങ്കീർത്തനക്കാരൻ 18 സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് അവൻ എന്നെ വലിച്ചെടുത്തു. എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ മഹത്വം കരയറ്റുക. അപ്പോൾ ഞാൻ മനസ്സിലായി എൻ്റെ വിശ്വാസത്തിൻ്റെ ഈ ശോധന, എല്ലാവരും തള്ളിക്കളഞ്ഞത്, എല്ലാ സപ്പോർട്ടും മാറിപ്പോയത്, അതൊക്കെ വെറും ചതഞ്ഞ ഓടകളെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നമുക്കൊരു കാര്യം മനസ്സിലാകും, നമ്മളെ തള്ളിക്കളയാത്തൊരു ദൈവം അവനെ ഉള്ളെന്നും അവനിലുള്ള വിശ്വാസമാണ് എനിക്ക് ആവശ്യമെന്നും മനസ്സിലായി. ഞാനും എൻ്റെ ദൈവവും, എൻ്റെ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് ഏറെ നന്നായെന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയാൻ, കഷ്ടങ്ങളിലായത് എനിക്ക് ഏറെ ഗുണമായെന്ന് പറയാൻ, എന്നിൽ ദൈവകൃപ വർദ്ധിക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ ട്രയൽ തന്നത് കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എന്ന് ജീവിതത്തിൻ്റെ അനുഭവത്തിൽ മനസ്സിലാക്കാൻ വിശ്വാസത്തിൻ്റെ ഈ ശോധന നമ്മളെ സഹായിക്കുന്നതിനായി നമ്മുടെ കരങ്ങൾ ഉയർത്തി തന്നെ നമ്മുടെ ദൈവത്തിന് മഹത്വം കരയറ്റാം. എൻ്റെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ മനസ്സിലായല്ലോ പ്രിയ ദൈവമക്കളെ, തീയിൽ ശോധന കഴിക്കുന്ന പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസം എത്ര വലുതാണെന്ന്. ദിസ് ഈസ് ദ റൂട്ട് കോസ്. ദ ഫെയ്ത്ത് എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അതാണ് ക്രിസ്തു ജീവിതത്തിൽ നമ്മളെ പ്രതികൂലത്തിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഓർത്തു. ഈ വിശ്വാസം നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുകയും ദൈവം ആരെന്ന് മനസ്സിലാക്കുക, ദൈവത്തിനും കൂടുതൽ. എന്നോട് ചിലർ പറഞ്ഞിട്ടുണ്ട്, ഈ പാട്ടൊക്കെ നേരത്തെ പാടിയിട്ടുണ്ട്, പക്ഷെ ആ പാട്ടിനൊന്നും ഇങ്ങനെ അർത്ഥം തോന്നിയിട്ടേ ഇല്ലെന്ന്. ഇപ്പോഴാണ് ഇത് മനസ്സിലാകുന്നതിൻ്റെ അർത്ഥമെന്ന്.
കഷ്ടങ്ങളിൽ ദൈവത്തിൽ സന്തോഷിക്കുന്ന പാട്ടുകളൊക്കെയാണ്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ വാക്യമൊക്കെ വായിച്ചിട്ടുണ്ട് നേരത്തെ, പക്ഷേ ഇപ്പോൾ അത് റിയലായിട്ട് എനിക്ക് മനസ്സിലാകുന്നെന്ന് പറയുവാൻ തക്കവണ്ണം ഈ ശോധനകൾ എന്നെ സഹായിക്കുന്നതിനായി എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പോൾ നമുക്ക് പിന്നീട് പറയാം, അന്ന് കഷ്ടത്തിലായത് എനിക്ക് ഗുണമായെന്ന്. അപ്പോൾ പറയാം, ഇതോ ഇറ്റ് ഇസ് ഫോർ എ സീസൺ, കുറച്ച് സമയത്തേക്ക് ദുഃഖമുണ്ട്, പ്രയാസമുണ്ടെങ്കിലും. പക്ഷെ നമുക്ക് പറയാം, ദൈവമേ താങ്ങുന്നതിനപ്പം എനിക്ക് ഇത്രയ്ക്കുള്ള പൊട്ടൻഷ്യലേ ഉള്ളെന്ന് നീ അറിയുന്നല്ലോ എന്ന് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. അത് ഞാൻ ദൈവമക്കളോട് പറയാം, കർത്താവെ പിടിച്ചു നിർത്തിക്കോണേ എന്ന്. നിന്റെ കൃപ ഒന്ന് ഉറപ്പായിട്ട് ഞാൻ ദൈവമക്കളോട് പറയാം, തന്നെ ട്രയൽ ഫേസ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. നമ്മളും നമ്മുടെ കർത്താവും കൂടെ ചേർന്നാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിനകത്തുനിന്ന് പുറത്തു വരാം. തീയുടെ മണം പോലും ഏക്കാതെ പുറത്തു വരാൻ കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ പത്രോസ് വീണ്ടും പറയുക, ഈ ട്രയലിൽ കൂടെ കടത്തിവിട്ട് ദൈവം ആരാണെന്നും ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധമെല്ലാം ഉറപ്പിച്ചു. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം ഇപ്പോൾ എന്തുവാ, നേരത്തെ ഉണ്ടായിരുന്ന പോലെയല്ല, രക്ഷിക്കപ്പെട്ട ആ സമയത്തെ പോലല്ല. ഈ ട്രയലിൽ കൂടെ കടന്നു വന്നപ്പോൾ ദൈവസ്നേഹവും എനിക്ക് അങ്ങ് എന്തോ ചെയ്തു, വർദ്ധിച്ചെന്ന് ഓർത്തോണം. ദൈവസ്നേഹം അങ്ങോട്ട് വർദ്ധിച്ചു. അപ്പോൾ ഫെയ്ത്ത് ആൻഡ് ലവ് ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നു. വിശ്വാസം വർദ്ധിക്കുമ്പം ദൈവസ്നേഹം വർദ്ധിക്കും. വിശ്വാസവും സ്നേഹവും കൂടെ ചേർന്ന് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ പ്രത്യാശ അങ്ങ് ആക്ടിവേറ്റ് ചെയ്യും, അതങ്ങോട്ട് വർദ്ധിക്കാൻ തുടങ്ങും. ഇത് മൂന്നും നമുക്കറിയാം, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. പൗലോസ് പറയുന്നുണ്ട് ഒരു ട്രയഡ് എന്ന് പറയുന്നതിന്. ആ മൂന്നും കൂടെ ചേർന്നത് സ്നേഹം തന്നെ വലുതെന്ന് പറയുമ്പോൾ സ്നേഹം വർദ്ധിക്കാനിടയായി ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുകയും ദൈവത്തോടുള്ള വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുകയും, ഇത് മൂന്നും കൂടെ ചേർന്ന് ഈ പ്രതികൂലത്തിൽ അന്ന് ആദിമ നൂറ്റാണ്ടിൽ ഈ പത്രോസ് സംസാരിക്കുന്ന വലിയ പ്രതികൂലത്തിൽ കൂടെ, പെർസിക്യൂഷനിൽ കൂടെ പോയ ആ വിശ്വാസികൾ നിൽക്കാനുണ്ടായ ഏക കാരണം അവരുടെ വിശ്വാസവും സ്നേഹവും പ്രത്യാശയും നല്ല സ്ട്രോങ് ആയിട്ട് നിന്നതുകൊണ്ടാണെന്ന് ഓർത്തോണം. അങ്ങനെ നിന്നാൽ ഇറ്റ് വിൽ സസ്റ്റെയിൻ us ഇൻ ദിസ് പീരീഡ് ഓഫ് ട്രയൽ ആൻഡ് ദാറ്റ് ഈസ് ഫോർ എ സ്മോൾ സീസൺ. അതൊരു കുറച്ച് കാലത്തേക്ക് മാത്രമുള്ളതാണ്. പത്രോസ് പറയാം, ഇങ്ങനെ ട്രയൽ ഫേസ് ചെയ്യുന്ന നിങ്ങൾക്ക് കർത്താവിൻ്റെ വരവിങ്കൽ ഉണ്ടല്ലോ, അത് പുകഴ്ചയ്ക്കും അത് പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി അത് കാണാൻ ഇടയായിത്തീരും. അത് നമുക്ക് പ്രൈസ് കിട്ടും, ഓണർ കിട്ടും, ഗ്ലോറി കിട്ടുമെന്നാണ് പറയുന്നത്. കർത്താവിൻ്റെ വരവിങ്കൽ ഇവിടുന്ന് ഇതിനകത്തൂടെ കടത്തിവിട്ട് നമ്മളെ കൊണ്ടുപോകുമ്പോൾ അവൻ്റെ സ്വഭാവം നമ്മളിൽ തന്ന് അവനോട് അനുരൂപരാക്കാൻ ഈ ട്രയൽസിനെ ഉപയോഗിക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾക്ക് എന്തുവാ, ദൈവത്തിൻ്റെ കയ്യിൽ നിന്നുള്ള പ്രൈസസ് നമുക്ക് കിട്ടും, പുകഴ്ച കിട്ടാനിടയായിത്തീരും, മാനം കിട്ടാനിടയായിത്തീരും, ആ ഗ്ലോറി നമുക്ക് ലഭിക്കാൻ ഇടയായിത്തീരും. മത്തായിയുടെ സുവിശേഷം 25:21 പറയുക, നിങ്ങളിപ്പോൾ ഗ്രേറ്റ്ലി റിജോയ്സ് ആയില്ലയോ എന്ന്. ഇതിൻ്റെ അർത്ഥം അതാ, എൻ്റെ സന്തോഷത്തിലോട്ട് അങ്ങ് കയറിക്കോ എന്ന്, വിശ്വസ്തനായ ദാസനെ എന്ന്, നീ ഇങ്ങോട്ടിഞ്ഞ് വാന്ന്, കം ആൻഡ് എൻ്റർ ഇൻ ടു മൈ ജോയ് എന്ന്, റിജോയ്സ് വിത്ത് മീ എന്ന് പറയുന്ന ഒരു കാലം. നല്ലവരും വിശ്വസ്തനുമായ ദാസനെ എന്ന്, ഇങ്ങ് വാന്ന് എൻ്റെ സന്തോഷത്തിലേക്ക് കയറിക്കോ എന്ന്. ആ സന്തോഷത്തിലേക്ക് കയറുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കിട്ടുന്ന പ്രൈസ്. അപ്പം നമ്മൾ വിശ്വസ്തരാണെന്ന് ലോകരോട് സകലരുടെയും മുൻപിൽ ആ ദൈവം ആ ഓണർ നമുക്ക് തരുന്നത്, ആ പ്രതിഫലം നമുക്ക് തരുന്നത്. പിന്നീട് ദൈവത്തിൻ്റെ മഹത്വവും ദൈവം നമുക്ക് തരുവാൻ ഇടയായിത്തീരും. എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷയിൽ ഇതും നമുക്ക് കിട്ടുമെന്ന്. ഈ ട്രയലിൽ കൂടെ കടന്നുപോയി ജയിച്ചു വരുമ്പോൾ അത് തന്നെത്താൻ ജയിക്കുവാൻ കഴിയത്തില്ല ദൈവമക്കളെ. ദൈവത്തോട് ആശ്രയിച്ച് നാൾതോറും ദൈവമേ എൻ്റെ കൂടെ നിന്നോണേന്ന്, എന്നെ പിടിച്ചുകൊള്ളണമെന്ന്. തനിയെ നിൽപ്പാൻ എനിക്ക് കെൽപ്പില്ല, പക്ഷേ നിന്നോട് ചേർന്ന് നീ എന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തനിയെ അല്ലെന്നുള്ള വിശ്വാസത്തോടെ ഈ കൂരിൽ താഴ്വിൽ കൂടെ കിടക്കുമ്പോൾ നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ എന്ന് നമ്മൾ പറയുമ്പോൾ, നമ്മുടെ പ്രയാസത്തിൽ നമ്മളത് പറയുമ്പോൾ ദൈവം നമ്മുടെ കൂടെ വന്ന് അതിൽ കൂടെ ദൈവനാമ മഹത്വത്തിനായിട്ട് നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ, അത് ദൈവത്തിന് മഹത്വമായി തീരുവാൻ ഇടയായിത്തീരും. എൻ്റെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ലാസ്റ്റിൽ പത്രോസ് പറയുന്ന ലാസ്റ്റിലത്തെ ആ ഭാഗങ്ങൾ, അതിൻ്റെ 8-9 വാക്യങ്ങൾ പറയുക, അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു,
ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. കണ്ടോ, ഞാൻ പറഞ്ഞു ഇതെല്ലാം പാരഡോക്സസ് കൊണ്ട് നിറഞ്ഞിരിക്കുവാന്ന്. കണ്ടിട്ടില്ലെങ്കിലും ഇപ്പം സ്നേഹിക്കുന്നു. ഇപ്പം നമുക്ക് സ്നേഹിക്കാൻ പറ്റുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസത്തിൻ്റെ കഠിന ശോധനയിൽ ഞാൻ അവനെ അങ്ങ് കണ്ടു എന്ന്. നമ്മൾ ഓരോരുത്തരും കണ്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു എന്ന്. ഇതെല്ലാം പ്രസൻറ്റ് ടെൻസിലാണ് ദൈവമക്കളെ പറഞ്ഞിരിക്കുന്നത്. പ്രസൻറ്റ് ടെൻസിൽ എന്ന് പറഞ്ഞാൽ വർത്തമാന കാലത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഇറ്റ് വാസ് ദെയർ ഹാബിച്വൽ പ്രാക്ടീസ് എന്നാണ് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നു. കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരും, പ്രതികൂലങ്ങൾ, ദൈവമൊക്കെ ഇനിയും ഒരു നല്ല കാലങ്ങൾ ഒക്കെ നമ്മുടേതൊക്കെ ഇവിടുത്തെ ഈ ഭൂമിയിലേതൊക്കെ ഓരോ ദിവസം ചെല്ലുന്നതും കുറഞ്ഞാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കഷ്ടങ്ങളും പ്രയാസങ്ങളും ഭൂമിയിൽ പെരുകുക. കാരണം നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന കാലമായതുകൊണ്ട് നമുക്കിഷ്ടമില്ല എന്ന് നമ്മൾ പറയുന്ന കാലങ്ങളൊക്കെയാണ് മുന്നിൽ കിടക്കുന്നതെന്ന് ഓർത്തോണം. എന്നാൽ ഇഷ്ടമില്ല എന്ന് പറയുന്ന ഈ കാലങ്ങളിൽ നമ്മളെ നാൾതോറും നമ്മുടെ രക്ഷയായിട്ട് നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് അവൻ നമ്മളെ നടത്തുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയവും വേണ്ട പ്രിയ ദൈവമക്കളെ. പക്ഷേ എപ്പോഴും നിങ്ങൾ ദൈവത്തിൽ സന്തോഷിക്കുന്നവരായി തീരുക. പറയാം, ഇപ്പോൾ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുവെന്ന്. ഇപ്പോൾ ഒരു സ്നേഹം വന്നു കഴിഞ്ഞു. ഈ സ്നേഹം ഞാൻ മുമ്പേ പറഞ്ഞു, അത് പരിശുദ്ധാത്മാവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുകയാണെന്ന്. ഈ സ്നേഹത്തെ തകർക്കാൻ ഒരു മനുഷ്യർക്കും ഒരു ശക്തിക്കും പറ്റത്തില്ല. ഇപ്പോൾ സ്നേഹിക്കുന്നു എന്നുള്ളത് ഒരു വെർബായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ക്രിയയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു ആക്ഷനാണെന്നുള്ളത്. അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്നതും വിശ്വാസം എന്ന് പറയുന്നതും ഒരു ആക്ഷൻ തന്നെ. ലവ് എന്ന് പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നതെന്ന് പറയുന്നതും ഒരു ആക്ഷൻ, അല്ലെങ്കിൽ അതൊരു പ്രവൃത്തിയാണ്. സന്തോഷിക്കുന്നെന്ന് പറയുന്നതും എന്തുവാ, അതും ഒരു പ്രവൃത്തിയായിട്ടാണ് പറയും. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. വെർബ് ഫോമിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, പ്രവൃത്തികളായിട്ട്. സോ ഫെയ്ത്ത് ആൻഡ് ലവ്, ഹോപ്പ്, ഇതെല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം ഒരു വെർബായിട്ട് സന്തോഷിക്കുകയും പ്രത്യാശിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആക്ഷനെയാണ് കാണിക്കുന്നത്. ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ദൈവത്തെ ഇപ്പോൾ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇങ്ങനെ ഞാൻ സ്നേഹിക്കുമ്പോൾ ഇതൊരു ആക്ഷൻ, ഇറ്റ് ഇസ് നോട്ട് ആൻ ഇമോഷൻ എന്നാണ് പറയുന്നത്. നമുക്ക് ചിലപ്പോൾ ദൈവത്തോട് വലിയ സ്നേഹം തോന്നും, നമ്മൾ ചോദിക്കുന്നതെല്ലാം നമുക്ക് കിട്ടുമ്പോൾ, നമുക്കെല്ലാം അനുകൂലമാകുമ്പോൾ ഉണ്ടാകുന്ന ആ സ്നേഹമല്ല അത്. ദാറ്റ് ഇസ് പ്യുവർലി ബേസ്ഡ് ഓൺ യുവർ ഇമോഷൻ എന്നുള്ളതാണ്. ഏത് സാഹചര്യത്തിലും ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, എൻ്റെ ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് പറയുവാൻ, ആ സ്നേഹം പരിശുദ്ധാത്മാവിൽ ഉളവാകുന്ന ആ സ്നേഹം it is not an emotion, it is an action, and that will force you and persuade you to believe him more എന്നാ പറയുന്നത്. ഇവനെ ഇങ്ങനെ കാണാതെ സ്നേഹിക്കുക എന്ന്. പത്രോസിനാണെങ്കിൽ കണ്ട അനുഭവമുണ്ട് യേശുക്രിസ്തുവിനെ. കുറച്ച് നാൾ യേശുക്രിസ്തുവിനൂടെ ജീവിച്ച ഒരു അനുഭവമുണ്ട്. ഈ പാവം വിശ്വാസികൾക്ക് അവർ കണ്ടിട്ടില്ലെങ്കിലും ഇപ്പോൾ അവർ പ്രതികൂലത്തിൽ കണ്ടതുപോലെ യേശുക്രിസ്തുവിനെ വിശ്വസിപ്പാൻ ഇടയായതിൻ്റെ കാരണം നമുക്കറിയാം. ഒരുപാട് പാരഡോക്സസ് ബൈബിളിലുണ്ട്. അതിൽ 2 കൊരിന്ത്യൻസ് 4:18 പറയാം, കാണുന്നതിനെ അല്ല ഞങ്ങൾ നോക്കുന്നത്, ഞങ്ങൾ കാണാത്തതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നെന്നാണ് പറയുന്നത്, ഇല്ലയോ? 2 കൊരിന്ത്യൻസ് 4:18. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് തന്നെ എന്തോ പറഞ്ഞത്, യോഹന്നാൻ്റെ സുവിശേഷം 20:29 തോന്നുന്നു പറയുന്നു, എന്തോ പറയുന്നത്, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരെന്ന്. അപ്പം കാണാതെ വിശ്വസിക്കുന്നവരാ ഭാഗ്യവാന്മാർ. 2 കൊരിന്ത്യൻസ് 5:7 വാക്യത്തിലും പറയുന്നു, കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞാൻ നടക്കുന്നത് എന്നുള്ള കാര്യം. അപ്പം കാഴ്ചയാലല്ല വിശ്വാസത്താൽ നടക്കുക. ഇതും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. കാണാതെ വിശ്വസിക്കുക. അപ്പം എല്ലാവരും ലോകം പറയുക സീയിങ് ഈസ് ബിലീവിങ് എന്ന്. പക്ഷെ ദൈവം പറയുക കാണാതെ വിശ്വസിക്കണമെന്ന്. തോമസിനോട് കർത്താവ് യേശു ക്രിസ്തു പറയാം, കാണാതെ വിശ്വസിച്ചവരാ ഭാഗ്യവാന്മാരെന്ന്. അപ്പം കണ്ടു വിശ്വസിക്കുക എന്ന് പറയുന്നത്, അതിന് വിശ്വാസമൊന്നും വേണ്ട. അത് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്കത് കിട്ടുന്ന ഒരു കാര്യമാണ്. എന്നാൽ കാണാതെ വിശ്വസിക്കുന്നതിനൊരു ഇൻസൈറ്റ് വേണം. അത് ഒരു ഉൾക്കാഴ്ച, ആത്മീയമായൊരു ഉൾക്കാഴ്ചയിലാണ് കാണാതെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അങ്ങനെ കാണാതെ കണ്ണുകൊണ്ട് ദൈവത്തെ കണ്ടുകൊണ്ട് വിശ്വസിക്കുന്ന അവർക്ക് മാത്രമേ
പ്രതികൂലത്തിലും ദൈവത്തിൻ്റെ വരവ് താമസമെങ്കിൽ ആ വരവ് വരെ നിൽക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഇതായി പാരഡോക്സിൻ്റെ അർത്ഥം അതാണ്. കാണാതെ വിശ്വസിക്കുക, വിശ്വാസത്താൽ നടക്കുക. ഞങ്ങൾ കാണുന്നതിനെ അല്ല ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങളത് കാണാത്തതിനെ നോക്കിക്കൊണ്ടൊക്കെയാണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ശരിക്കും കാണാത്തവനെ സ്നേഹിക്കുന്നു എന്ന് നമുക്കും പത്രോസിനോട് ചേർന്ന് പറയാം. നമ്മളിപ്പോൾ അങ്ങനെ പറയുന്നവരാ. നമ്മുടെ കർത്താവിനെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ സ്നേഹിക്കുന്നു. ഒന്നേ എനിക്കിപ്പോൾ ഓർപ്പിക്കാനുള്ളൂ, ആ സ്നേഹത്തിൻ്റെ ലെവൽ നമുക്ക് നമ്മുടെ പ്രയാസങ്ങളിൽ അത് കുറഞ്ഞു പോകുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് കൂട്ടുവാൻ ദൈവം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അതെങ്ങനെ നമുക്കറിയാം. റോമാലേഖനം 15:13 പറയാ, വിശ്വസിക്കുന്നതിലുള്ള സന്തോഷവും സമാധാനവും. അപ്പോൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സന്തോഷം എന്തോ ചെയ്യും? കൂടും. നിങ്ങളുടെ സമാധാനം കൂടും. ആ വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും വർദ്ധിച്ചു വരുമ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ നമ്മൾക്ക് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ, പ്രതികൂലത്തിൽ യാത്ര ചെയ്യാൻ അത് നമുക്കൊരു ബുദ്ധിമുട്ടായി ഒരിക്കലും തീരുകയില്ല. അപ്പോൾ ഇപ്പോൾ പറയുക, ഞാൻ കണ്ടിട്ടുണ്ട്, കർത്താവിനെ കണ്ടിട്ടുണ്ട്, ഞാനവൻ്റെ കൂടെ ജീവിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ കാണാതെ അവനെ ഇപ്പം സ്നേഹിക്കുക എന്നത്, കാണാതെ നിങ്ങൾ അവനെ വിശ്വസിക്കുക എന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞു ആക്ഷൻസ് ആണെന്ന്. ദേ ആർ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രവൃത്തിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയം കൊണ്ട് അതിനെ അംഗീകരിച്ച് അത് നമ്മളുടെ ഇഷ്ടമാക്കി തീർത്ത നമ്മൾ അംഗീകരിച്ച് അനുസരിക്കുന്ന ഒരനുഭവത്തിലേക്ക്. എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരാക്ഷൻ ഉണ്ടായി. അവൻ പറയുന്നത് വിശ്വസിക്കണമെന്ന് എനിക്കൊരു ചിന്ത വന്നു. അങ്ങനെ വിശ്വസിക്കുമ്പോൾ അവൻ പറയുന്നത് അനുസരിക്കണമെന്ന് എനിക്ക് തോന്നി. സോ ഇറ്റ് ഈസ് എന്നെ അതൊരു ഗ്രാജുവലായിട്ടുള്ള, ഞാൻ വിശ്വസിക്കുന്നു എന്നും പറഞ്ഞ് ഒരിടത്തങ്ങ് ഇരിക്കുമല്ലായിരുന്നു ചെയ്തത്. ആ വിശ്വാസവും സ്നേഹവും കൂടെ വന്നപ്പോൾ അതെന്നെ ഒരു ആക്ഷനിലേക്ക് നയിച്ചു. അതെന്നെ കൂടുതൽ ബിലീഫിലേക്ക്, ഫെയ്ത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവത്തെ അനുസരിക്കണമെന്ന്. അങ്ങനെ അതെന്നെ അനുസരണത്തിലേക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുകയും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ കള്ളത്തരം ഉണ്ടെന്നാണ് ദൈവം പറയുന്നത്. പക്ഷേ ആ ഒരു അനുസരണത്തിലേക്ക്, അതെന്നെ ഒബേ ചെയ്യാനായിട്ട് അത് ലീഡ് ചെയ്തു. മനസ്സിലായപ്പോൾ വിശ്വാസം, സ്നേഹം, അനുസരണം, ഇതെല്ലാം ഈ വിശ്വാസത്തിൻ്റെ തായ് വേരായിട്ട് നിൽക്കുമ്പോൾ ഇതിൽ നിന്നാണ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉത്ഭവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ പറയാം, കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ അവനിൽ വിശ്വസിക്കുന്നു. എന്നിട്ട് ഉപയോഗിച്ച 2 വാക്കുകൾ. ഇങ്ങനെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, കാണാത്തവനെ സ്നേഹിച്ച് കാണാത്തവനിൽ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഈ സന്തോഷം, ഇറ്റ് ഈസ് ഇൻഎക്സ്പ്രസിബിൾ, അൺസ്പീക്കബിൾ ആൻഡ് ഇറ്റ് ഈസ് ഫുൾ ഓഫ് ഗ്ലോറി എന്ന് പറയുന്നത്. അത് പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷമെന്നാണ് പറയുന്നത്. അതെനിക്ക് ഭയങ്കര അത്ഭുതം. എന്തുകൊണ്ടാണ് ഇത് പറയാൻ വയ്യാത്ത ഒരു സന്തോഷമായിട്ട് ഇതിനെ പറയുന്നത്? എന്നോട് ദൈവം പറയാം, ഇറ്റ് ഇസ് ബിക്കോസ് ഇറ്റ് ഇസ് പ്യുവർലി ഡിവൈൻ എന്ന്. ഇപ്പോൾ നീ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ, എസ്പെഷ്യലി ഇൻ ദ ട്രയൽസിലെ കാര്യം പറയാം, ദുഃഖങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നോർമൽ രീതിയിൽ എല്ലാവർക്കും ദൈവത്തെ സ്നേഹിക്കാനും വിശ്വസിക്കാനും കഴിയും. പ്രതികൂലത്തിലുള്ള ഈ സ്നേഹത്തിൻ്റെ ഏക കാരണം, ഈ ദൈവസ്നേഹവും ഈ സന്തോഷവും എല്ലാം പ്യുവർലി ദൈവികമാണെന്ന്, ഡിവൈനാണെന്ന്. കാരണം ദിസ് ഇസ് ദ ജോയ് ഓഫ് ഗോഡ്. ഇത് ദൈവത്തിൻ്റെ സന്തോഷമാണ്. ഇത് ദൈവത്തിൻ്റെ സന്തോഷം നമുക്ക് ദൈവം തന്നിരിക്കുന്നു. ഇറ്റ് ഇസ് ദ ജോയ് ഓഫ് ക്രൈസ്റ്റ് എന്ന്, യേശു ക്രിസ്തുവിൻ്റെ സന്തോഷമാണ് ഈ ദൈവം നമുക്ക് തന്നിരിക്കുന്നതെന്ന്. എൻ്റെ പിതാവിൻ്റെ സന്തോഷത്തിലേക്ക് വരിക എന്ന് പറഞ്ഞ് ഞാൻ മുമ്പേ പറഞ്ഞു. ആ നല്ല വിശ്വസ്തനായ ദാസനെ എന്ന് വിളിച്ചിട്ട് വാ, എൻ്റെ സന്തോഷത്തിലേക്ക് വന്നു. അപ്പോൾ സന്തോഷമാരുടെ? പിതാവായ ദൈവത്തിൻ്റെ. ഇപ്പം പറയാ, യേശു ക്രിസ്തുവിൻ്റെ സന്തോഷത്തിൽ കൂടെ ഈ സന്തോഷം, ഈ ജോയ് എന്ന് പറയുന്നത്, ഇത് വെറും ജോയ് അല്ലെന്ന്, വെറുതെ ഒരു ഇമോഷണൽ ജോയ് അല്ല ഈ പറയുന്നത്. ഈ സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടായതല്ല. പരിശുദ്ധാത്മാവ് നമുക്ക് തന്നപ്പോൾ ഉണ്ടായ ഈ ജോയ് എന്ന് പറയുന്നത് ഇത് യേശുക്രിസ്തുവിൻ്റെയാണ്. ഇറ്റ് ഈസ് പ്യുവർലി ഡിവൈൻ എന്ന്. ഇത് യേശുക്രിസ്തുവിൻ്റെ ജോയ് എന്ന് ഞാൻ പറയാറുള്ള കാരണം, അൺസ്പീക്കബിൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷനായി പറയുന്നത്, അൺസ്പീക്കബിൾ ആകാൻ കാരണം ഇത് ഡിവൈൻ ആയതുകൊണ്ട്, ഇത് പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുമ്പോൾ, നമ്മുടെ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ ലൂക്കോസ് 2:10 ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ തന്നെ ദൂതന്മാർ വിളിച്ചു പറഞ്ഞു, സർവ്വജനത്തിനും ഉണ്ടാകുന്ന മഹാസന്തോഷം ഞാൻ നിങ്ങളെ ഇപ്പോൾ അറിയിക്കുകയാണ്. ഓ ഹല്ലേലൂയ, എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദ സോഴ്സ് ഓഫ് ജോയ് ഇൻ അവർ ലൈഫ് ഈസ് അവർ ജീസസ്
ജീസസ് ക്രൈസ്റ്റ് അവൻ ഈ ഭൂമിയിൽ ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ തന്നെ അവൻ സന്തോഷമായിട്ട് ഇറങ്ങി വരികയായിരുന്നു. അവനിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ തീർച്ചയായും ഇത് ചെയ്തിരിക്കും. സോ ഈ സന്തോഷം, ദിസ് ഇസ് അൺസ്പീക്കബിൾ എന്നുള്ള, ഇത് പറഞ്ഞു തീരാൻ വയ്യാത്ത ഒരു സന്തോഷമായിരിക്കുക. ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം. അനേക ദൈവമക്കൾ പറയുന്ന പ്രതികൂലത്തുകൾ പറഞ്ഞ് ചില സഹോദരിമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ സിസ്റ്ററെ ആരാധനയ്ക്ക് പോയിരിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടെന്ന്, പിന്നെ ഇറങ്ങി വീട്ടിൽ വരുമ്പം പ്രയാസമാണെന്ന്. പക്ഷേ എന്നാലും എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള ദൈവം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഈ പ്രയാസങ്ങളെ തരണം ചെയ്യുവാൻ അതെന്നെ സഹായിക്കുന്നെന്ന് എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ. ആ ദൈവ സാന്നിധ്യം, സാഹചര്യങ്ങൾ മാറുന്നില്ലായിരിക്കും, പക്ഷേ സാഹചര്യങ്ങളല്ല നമ്മുടെ സന്തോഷത്തിൻ്റെ ഉറവിടം. നമ്മുടെ സന്തോഷത്തിൻ്റെ ഉറവിടം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയായിരിക്കാൻ ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് മഹത്വം കരുട്ടെ. അനേകരുടെ അനുഭവങ്ങളാണ് ഈ പറയുന്നത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതങ്ങനെ പലവട്ടം സംഭവിച്ചതിനായി, ഞാൻ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ടും ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇനി അടുത്ത ഭാഗം നോക്കിയ ദൈവമക്കളെ. അപ്പം ഈ സന്തോഷം, ദിസ് ഇസ് അൺസ്പീക്കബിൾ, പറഞ്ഞു തീരാൻ വയ്യാത്ത, പറയാൻ പറ്റാത്തതായ സന്തോഷം. അതിൻ്റെ കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇപ്പം ഇത് മഹിമയുള്ളതാണെന്ന് പറയുക. ഇറ്റ് ഈസ് ഫുൾ ഓഫ് ഗ്ലോറി എന്നാണ് പറയുന്നത്. അതെങ്ങനെ ആ മഹിമയുള്ളതായി തീർന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. എന്നോട് പറയുക, ഇപ്പോൾ നീ കണ്ടിട്ടില്ലെങ്കിലും അവനെ സ്നേഹിക്കുന്നല്ലോ ഷീലെ. നീ അവനെ വിശ്വസിക്കുന്നുണ്ട്, വിശ്വാസമുണ്ട്. ഇതെല്ലാം കൂടെ വന്ന് നിൻ്റെ വിശ്വാസവും നിൻ്റെ സ്നേഹവും എല്ലാം അവനോടുള്ളത് വർദ്ധിച്ചപ്പോൾ, എവറി ടൈം വെൻ യു ആർ റിജോയ്സിങ് ഇൻ ഹിം, അവനിൽ നീ പ്രതികൂലത്തിൽ സന്തോഷിക്കുമ്പോൾ, യു നോ വാട്ട് ഈസ് ഹാപ്പനിങ്. ഈ ജോയ്, ഇത് ദൈവികമാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ. ഈ ദൈവികമായ ഈ ജോയിൽ, ഈ സന്തോഷത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ വെച്ചിട്ടുണ്ടെന്ന്. അതെൻ്റെ മഹത്വമാ. ആ മഹത്വം, ദ ഗ്ലോറി ഓഫ് ഗോഡ് ഈസ് within this joy, and I am inducing it into your body, into your mind and soul and spirit. നിന്റെ ഉള്ളിലേക്ക് ഞാൻ ഈ മഹത്വം കൂടെ അങ്ങ് തരിക എന്നെന്ന്. എന്നിട്ട് എന്നോട് പറയാം, മോശ യഹോവയുടെ സന്നിധിയിൽ നിന്നപ്പോഴെന്ന്, ഇൻ ദാറ്റ് ഷോർട്ട് പീരീഡ് ഓഫ് ദാറ്റ് ഫെലോഷിപ്പ് എന്ന്, കുറച്ച് സമയമുണ്ടായ ആ ഫെലോഷിപ്പിൽ മോശ ആ കൽപ്പനകൾ, ആ പലകയിൽ ആ കൽപ്പനകൾ എഴുതി മേടിക്കുമ്പോൾ യഹോവയോട് സംസാരിച്ചു. ആ ഫെലോഷിപ്പിലായിരുന്നപ്പോൾ അവൻ അറിഞ്ഞേയില്ല ആ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം ഇവനിലേക്ക് ഇൻഫ്യൂസ് ചെയ്തത്. അവൻ്റെ ഉള്ളിലേക്ക് അത് കയറി വന്ന് അവൻ്റെ ത്വക്ക് പ്രകാശിച്ച കാര്യം അവൻ അറിയാഞ്ഞതുപോലെ എന്ന്. വെനെവർ യു ആർ എൻജോയിങ് ഇൻ മൈ പ്രസൻസ് ആൻഡ് എൻജോയിങ് മൈ ഫെലോഷിപ്പ്, എൻ്റെ ഫെലോഷിപ്പും എൻ്റെ പ്രസൻസും നീ സന്തോഷിക്കുമ്പോൾ എൻ്റെ മഹത്വം ഞാൻ നിന്നിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുവാണെന്ന്. ആ മഹത്വമാ ഈ ജോയ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇതൊരു ഒരു പാക്കറ്റാണെന്ന്. ആ ജോയിൽ എൻ്റെ മഹത്വവും ഉണ്ടെന്ന്. അതും ഞാൻ നിന്നിലേക്ക് പകരുക എന്നെന്ന്. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ ഈ സന്തോഷമാ നിനക്ക് ഞാനിപ്പോൾ തന്നിരിക്കുന്നതെന്ന് എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. അന്ന് മോശയുടെ ത്വക്ക് പ്രകാശിച്ചതുപോലെ ഇന്ന് നമ്മുടെ ഈ പരിമിതികളുടെ ഈ സാഹചര്യങ്ങളിൽ നമ്മൾ സന്തോഷിക്കുമ്പോൾ, വിതൗട്ട് അവർ നോളജ്, ദൈവത്തിൻ്റെ മഹത്വം നമ്മളിലേക്ക് ഇട്ട് തരിക എന്നർത്ഥമാണ്. നമ്മളിലേക്ക് അത് കയറ്റി തരിക, ഇൻജക്റ്റ് ചെയ്ത് തരുക ചെയ്യുന്നത്. അത് ദൈവത്തിന് ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവമക്കൾക്ക് അത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിൻ്റെ ദൈവത്തിന് നമ്മുടെ ദൈവത്തിന് സകല മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവവചനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. അത് നമുക്ക് ജീവനും ചൈതന്യവും തന്നുകൊണ്ടിരിക്കുന്നതിനായി ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. യോഗ്യതയില്ലാത്ത നമ്മളെ കരുതുന്ന ദൈവിക കരുതലുകൾ, എക്വിപ്പ് ചെയ്യുന്ന രീതികൾ എന്നോട് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ദൈവം പറയുക, ഞാൻ നിന്നെ പോലെ സൃഷ്ടിച്ചിരിക്കുന്ന നദീഹയം ഉണ്ടല്ലോ എന്ന്, അത് വെള്ളത്തിലോട്ടായി ഇറക്കി വിട്ട്, വെള്ളത്തിൽ വലിയ ജോർദാൻ അതിൻ്റെ മേൽ കവിഞ്ഞ് ചാടിയാലും അതിന് ഒരു കൂസലുമില്ലെന്ന്. എന്താണെന്നറിയാമോ ഷീല? ഞാൻ ബയോളജിയാണ് പഠിച്ചത്. അപ്പോൾ എന്നോട് പറയുക, ഷീലെ അഡാപ്റ്റേഷൻസിനെ കുറിച്ച് നീ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന്. ഇറ്റ് ഈസ് വെൽ എക്വിപ്ഡ് ടു ഫേസ് ദാറ്റ് വാട്ടർ. ആ വെള്ളത്തിൽ ജീവിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അഡാപ്റ്റഡ് ആണെന്ന്. അക്വാറ്റിക് ലൈഫിന്, വെള്ളത്തിലുള്ള ലൈഫിന് അത് അഡാപ്റ്റഡ് ആണെന്ന്, എക്വിപ്പ് ചെയ്തിരിക്കുക, അതിനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക എൻ്റെ ബോഡിയെന്ന്. എത്ര വെള്ളം ചാടി വന്നാലും അത് മുങ്ങിപ്പോകത്തില്ലെന്ന്. കൃപയ്ക്കായി സ്തോത്രം ചെയ്തു. നമുക്ക് വലിയതായിട്ട് ബോസ്റ്റ് ചെയ്യാനൊന്നും എൻ്റെ ഒന്നും ഇരിപ്പില്ല കേട്ടോ. ഞാൻ ഈ പറയുമ്പം എന്നും പിടിച്ചു നിൽക്കാൻ, തന്നെ നീപ്പാൻ കെൽപ്പില്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങളോട് പറയുന്നത് മാത്രം നിങ്ങൾ ഓർത്തേച്ചാൽ മതി. പക്ഷേ എൻ്റെ ദൈവത്താൽ എനിക്ക് മതിൽ ചാടി കടക്കാൻ കഴിയുമെന്ന്
ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവൻ നമ്മുടെ അന്ധകാരത്തെ പ്രകാശമാനമാക്കുക തന്നെ ചെയ്യും. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് വി ഹാവ് ദ വിക്ടറി. ഓ റബഷതരബൗഡൽഖൗഡലദബ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ മഹത്വവും അവൻ നമുക്കിപ്പോൾ തന്നിരിക്കുക. എന്നിട്ട് പറയാ, ലാസ്റ്റിലത്തെ വാക്യം പറയുക, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ രക്ഷയുടെ അന്തിമമായ ആ സന്തോഷം അനുഭവിക്കുമെന്നുള്ള കാര്യം. ആത്മരക്ഷ പ്രാപിക്കാൻ പറഞ്ഞു തരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ ഈ അന്തിമമായ ആത്മരക്ഷയാണ് നമ്മൾ അന്തമായ ആത്മരക്ഷ. ആ ലാസ്റ്റിൽ നമുക്ക് കിട്ടുന്ന ആ സാൽവേഷൻ ഉണ്ടല്ലോ, അത് ഈ ഒരവസ്ഥയിൽ നമുക്ക് പ്രാപിച്ചെടുക്കാനായിട്ട് നമ്മളെ ദൈവം ആ വഴിയിലേക്കാണ് കൊണ്ടുവരുന്നത്. ഞാൻ നേരത്തെ ദൈവമക്കളോട് പറഞ്ഞു, ഇപ്പോൾ ഈ ഇപ്പം നമുക്ക് ആ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്, ഗ്ലോറി ദൈവം നമുക്ക് തരുന്നുണ്ട്. ഇതെല്ലാം ഒരു ചെറിയ ഒരു ടച്ച് ഏതാ, അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ അന്ത്യമായ ആ ഫൈനൽ ഗ്ലോറിഫിക്കേഷൻ സ്റ്റേജിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. അവിടെ വരുമ്പോൾ അതിൻ്റെ ഒരു ടച്ച്, അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് നമുക്ക് ഇവിടെ വെച്ചേ അനുഭവിക്കാൻ കഴിയുമെന്ന് ആ ദൈവദാസൻ നമ്മളെ ഇപ്പോൾ ഓർപ്പിക്കുന്നതെന്നർത്ഥമാണ്. ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോഴും നമുക്ക് ദൈവത്തിൽ സന്തോഷിക്കാനും അവൻ്റെ അവിടെ നമുക്ക് കിട്ടാൻ പോകുന്ന വലിയ സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൻ്റെ ഒരു തുടക്കം ഇവിടെ നമുക്ക് അനുഭവിപ്പാൻ കഴിയും. ആ മഹത്വത്തിൻ്റെ ഒരു തുടക്കം നമുക്കിവിടെ നമ്മളിൽ ഫീൽ ചെയ്യുവാനായിട്ട് കഴിയും. ഇത് നമ്മളെ to the last stage, that is the glorification of our salvationലേക്ക് അത് നമ്മളെ നയിക്കുവാനിടയായിത്തീരും. പ്രിയ ദൈവമക്കളെ, ഈ ഒരു സന്തോഷത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ട്, നമ്മുടെ കഷ്ടങ്ങളാണ് ഇപ്പോൾ ദൈവം ഇവിടെ ഉപയോഗിക്കുന്നതായിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഏത് പരിമിതികളാണെങ്കിലും അത് നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, ഏത് സാഹചര്യത്തിൽ നിങ്ങൾ എന്നെ അങ്ങ് സ്തുതിക്കുന്നു. വെറുതെ സ്തുതിക്കാനല്ല, ഉള്ളിലുണ്ടാകുന്ന എൻ്റെ ദൈവത്തിന് ഇത് നന്മയ്ക്കാക്കി തീർക്കാൻ കഴിയും. ഇതിലൊരു ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കി അതിൽ നമ്മൾ സന്തോഷിക്കുമ്പോൾ ഗ്രാജുവലി അവൻ എന്നെ വളർത്തിക്കൊണ്ട് എന്നെ നിത്യതയ്ക്ക് യോഗ്യമുള്ളതാക്കി തീർത്ത് അവനോട് അനുരൂപമാക്കി തീർത്ത് കൊണ്ടെന്ന് അവനെ ഞാൻ ഞാനുമായിട്ടുള്ള ഡിസ്റ്റൻസ് ഇപ്പോൾ അങ്ങ് ഒത്തിരി കുറഞ്ഞു. ഏറ്റവും അടുത്ത് നിൽക്കുക ദൈവമക്കളെ. ഇനി ഞാൻ പറയാം, കാഹളം ധ്വനിക്കുമ്പോൾ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ us and our God will be just a distance of vanishing point എന്നാണ് പറയുന്നത്. അന്ന് അപ്രത്യക്ഷമാകുന്ന ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതേ കാണാവുന്ന ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞതെന്ന് ഓർത്തോണം. അപ്പം അത്ര അടുത്ത ഇനിയൊന്ന് കാഹളം ധ്വനിക്കുക, നമ്മൾ എടുക്കപ്പെടുക എന്ന് ഓർത്തോണം. അതിനധികം ഡിസ്റ്റൻസ് ഇല്ല. അപ്പം ഡിസ്റ്റൻസ് കുറച്ച് കൊണ്ടുവരിക. ഈ പ്രയാസങ്ങളും എല്ലാം ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങൾ, സന്തോഷമുള്ളപ്പോൾ സന്തോഷിക്കുകയും ദുഃഖം വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരായിട്ടില്ല, ദൈവത്തിൽ സന്തോഷിച്ച് അതാ നമുക്ക് കൂടുതൽ ബോണസ് പോയിന്റ്സ് ഈ കഷ്ടങ്ങളിൽ നമുക്ക് കിട്ടുന്നത്. അതും നമുക്ക് കിട്ടിക്കഴിയുമ്പോഴുണ്ടല്ലോ ദൈവമക്കളെ, നമ്മുടെ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുകയും നമ്മളും ദൈവം തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇല്ല, ഒട്ടും ഡിസ്റ്റൻസ് ഇല്ല, വളരെ അടുത്ത അങ്ങ് മിനിമൈസ് ചെയ്തു ആ ഡിസ്റ്റൻസ്. ഇനിയൊരു ജസ്റ്റ് ആ പ്രത്യക്ഷമാകുന്ന ആ ഒരു സമയം, ആ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇത്തറ്റം വരെ നമ്മളെ കൊണ്ടുവന്ന് നമ്മുടെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മനോഹരമായ ദൈവവചനം, നമ്മുടെ പ്രത്യാശയെ ജീവനുള്ളതാക്കി തീർക്കുന്ന ദൈവവചനത്തിനായിട്ടും ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനത്തെ, ദൈവകരങ്ങളിലേക്ക് അടിയനെയും ദൈവവചനത്തെയും ഏൽപ്പിക്കുന്നു. ലാസ്റ്റിൽ ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ഈ വചനം നിർത്താൻ ആഗ്രഹിക്കുന്നു. ഐസയ 29:19. സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആനന്ദിക്കുകയും ചെയ്യും. നമ്മൾ സൗമ്യതയുള്ളവരായി നമ്മുടെ ദൈവത്തിൽ സാധുക്കളായിട്ട് ദൈവത്തിൽ സന്തോഷിക്കുന്നവരായി തീരുവാൻ ഈ കാലയളവിൽ എല്ലാ പ്രതികൂലങ്ങളിലും ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു.